لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അളവില്ലാത്ത അവൻ്റെ അനുഗ്രഹത്തിൻ്റെ പേരിൽ മന്ന റഹ്മാനിയ മസ്ജിദിൻ്റെ ചരിത്രത്തിൽ ഓർക്കപ്പെടാവുന്ന മഹത്തായ ഒരു സംരംഭത്തിന് നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ സാക്ഷികളാക്കുകയാണ്. നമ്മുടെ നാട്ടുകാരായ പ്രിയപ്പെട്ട കുട്ടികൾ പരിശുദ്ധ ഖുർആൻ പഠിച്ച് മനനം ചെയ്യുകയും അവരുടെ ഹിഫ്ള് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുടെ മുമ്പിൽ ആദ്യാവസാനം ഓതി കേൾപ്പിച്ച് അംഗീകാരം നേടുകയും സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്തതിൻ്റെ സന്തോഷമാണ് ഈ സദസ്സിൽ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. അല്ലാഹു തആല ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ഉസ്താദന്മാരെയും അവർക്ക് വേണ്ടി ഈ അവസരങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുന്ന മദ്രസയുടെ പള്ളിയുടെ ഭാരവാഹികളെയും അവരെ സ്നേഹിക്കുന്ന അവരെ സഹായിക്കുന്ന നമ്മളെല്ലാവരെയും പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അർഹമായ തക്കതായ പ്രതിഫലം നൽകിയ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, സന്തോഷിപ്പിക്കുമാറാകട്ടെ. നമ്മളുടെ ദീനും ദുനിയാവും ആഖിറവും ഒക്കെ അല്ലാഹു അനുഗ്രഹീതമാക്കി എളുപ്പമാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സിൽ നമ്മളൊക്കെ ഒത്തുകൂടിയതുപോലെ നാളെ പരലോകത്ത് സ്വർഗത്തിലും നമ്മളൊക്കെ അല്ലാഹു ഒരുമിച്ചിരുത്തുകയും എന്നേക്കുമായി സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ സദസ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന പ്രത്യേക കർമ്മവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്ന തരത്തിൽ സ്വാഗത പ്രാസംഗികൻ മുതൽക്ക് ഇങ്ങോട്ട് സമഗ്രമായ നിലയിൽ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചു കഴിഞ്ഞു, നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു. സമയം ഒരുപാട് വൈകിയതുകൊണ്ടും ഇനിയും ഒരു നീട്ടിയുള്ള പ്രസംഗം അനുചിതമാണ് എന്ന ബോധ്യമുള്ളതുകൊണ്ടും ചില വിഷയങ്ങൾ മാത്രം നമുക്ക് പങ്കുവെക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ തികച്ചും പ്രതികൂലമായ സാഹചര്യത്തിൽ ദീനനുസരിച്ച് ജീവിക്കുക എന്നത് കൈവെള്ളയിൽ ഒരു തീക്കനൽ മുറുക്കി പിടിക്കുന്നതിന് സമമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ചില വരികളെങ്കിലും ഓതുന്നത്, ചില പേജുകളെങ്കിലും ഓതുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വലിയ ഭാരമായി തീർന്നിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അത്തരം ചെറിയ വരികളോ സൂറത്തുകളോ ആയത്തുകളോ ഒക്കെ പഠിക്കുകയോ മനനം ചെയ്യുകയോ ചെയ്യുന്നത് വളരെ വിദൂരമായ സംഗതിയാണ് നമ്മളിൽ അധിക പേരെ സംബന്ധിച്ചിടത്തോളം. കുറഞ്ഞ പക്ഷം ഒരു ദിവസം അല്പമെങ്കിലും നോക്കി ഓതണമെന്ന് പറയുമ്പോൾ അതുപോലും സാധിക്കാത്ത പൊതുവായ ഈ സാഹചര്യത്തിൽ നമ്മളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ആ പരിശുദ്ധ ഗ്രന്ഥം ആദ്യാവസാനം പഠിച്ചു, മനനം ചെയ്തു, ഹിഫ്ള് ചെയ്തു. എത്ര സന്തോഷമാണ്! ഒരു പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികളിൽ, നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഭൗതികമായ അഭിവൃദ്ധിയെക്കാളും വിദ്യാഭ്യാസപരമായ പുരോഗതിയെക്കാളും എത്രയോ മഹത്തരമായ ഒരവസ്ഥയാണ് അല്ലാഹു ഈ കുഞ്ഞുങ്ങൾക്ക് നൽകിയത്.
ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പള്ളിമൂലയിൽ ഒതുങ്ങിക്കൂടി, പരിമിതമായ സൗകര്യങ്ങളിൽ ഒതുങ്ങിക്കൂടി, തങ്ങളുടെ ജീവിതത്തിൻ്റെ ആ പ്രായത്തിൽ അവരുടെ മനസ്സാശിക്കുന്ന തരത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ കഴിയാതെ അടക്കി ഒതുക്കി നിർത്തപ്പെട്ട ആ കുട്ടികൾ ഖുർആൻ പഠിച്ചു. എത്ര മഹാഭാഗ്യമാണ്. ഇവിടെ ഇന്നാമുൽ ഹസൻ പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ കുറേ കാലങ്ങൾക്ക് മുമ്പ് സമൂഹത്തിൽ മഹാത്മാക്കളെന്ന് വിളിച്ച് ആദരിച്ചിരുന്ന ആളുകൾക്ക് മാത്രം സ്വന്തമായിരുന്ന ഒരു സൗഭാഗ്യം, ഇമാം ബുഖാരിയുടെയും ഇമാം ഷാഫിയുടെയും അഹ്മദ് ബിൻ ഹംബലിൻ്റെയും ഒക്കെ സംഭവങ്ങൾ നമ്മൾ കേട്ടല്ലോ. അത്തരം മഹത്തുക്കളിൽ മാത്രം നമ്മൾ കണ്ടിരുന്ന മഹാഭാഗ്യം നമ്മളെപ്പോലത്തെ സാധുക്കളായ ആളുകളുടെ മക്കളിൽ നേരിട്ട് നമ്മൾ കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം. നമ്മുടെ മക്കളും ഹാഫിളുകളായല്ലോ. നമ്മുടെ നാട്ടിലെ പള്ളികളുടെ മുകളിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് മുഴങ്ങിക്കേട്ടിരുന്ന ദറസിൻ്റെ ശബ്ദമുണ്ട്. പള്ളി ദറസുകൾ, ഒരു പരിധി വരെയും അത്തരം പള്ളി ദറസുകൾ നമ്മുടെ നാട്ടിൽ നിന്നും അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദറസ്, ഖുർആൻ, ഹദീസ്, അതുമായി ബന്ധപ്പെട്ട പൊതുവായ ബന്ധങ്ങൾ തുലോം തുച്ഛമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെ നമ്മുടെ പള്ളിയുടെ മുകളിലും ഖുർആൻ ഓതുന്നു, പഠിക്കുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, ഹാഫിളുകളാകുന്നു. ആ ഹാഫിളുകൾ ഇതാ നമ്മളുടെ മുമ്പിൽ അവരുടെ മികവും കഴിവും പ്രകടിപ്പിച്ചുകൊണ്ട് അംഗീകാരം ഏറ്റുവാങ്ങുന്നു. വലിയ സന്തോഷമാണ് പ്രിയപ്പെട്ടവർ. ഇന്ന് ഷാബാനിൻ്റെ പകുതി ഭാഗത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഷാബാൻ 15 എന്ന് നമ്മൾ പറയുന്നല്ലോ, അല്ലെങ്കിൽ 15 രാവ് എന്ന് പറയും. അതിനെ പൊതുവായ മുസ്ലിമീങ്ങൾ ബറാഅത്ത് രാത്രി എന്നാണ് വിളിക്കുന്നത്. ബറാഅത്ത് രാത്രി എന്ന് പണ്ടേ നമ്മുടെ ഓർമ്മ മുതൽ ആദരവോടുകൂടി, ആവേശത്തോടുകൂടി നമ്മൾ നേരിടുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു രാത്രിയാണ്. ഈ രാത്രിയിൽ നമ്മുടെ രക്ഷിതാവിൻ്റെ മുമ്പിൽ പൊതുവെ മുസ്ലിമീങ്ങൾ അങ്ങേയറ്റത്തെ ഭവ്യതയോടുകൂടി, ഭക്തിയോടുകൂടി, പരമാവധി പശ്ചാത്താപ മനസ്സുമായി അടുക്കാൻ ശ്രമിക്കുന്നു. ഹദീസുകളുടെ വെളിച്ചത്തിൽ ഈ രാവിൻ്റെ പ്രത്യേകതയെക്കുറിച്ചിട്ട് പലതും നമുക്ക് പറഞ്ഞു പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിലയിൽ വളരെ മഹത്തായ ഒരു രാത്രി ഷാബാൻ 14-ന്റെ രാത്രി. ഈ 14-ന്റെ രാത്രിയിൽ ഉറക്കമുളച്ച് നമ്മൾ ഇബാദത്തെടുക്കണമെന്ന് ഉലമാക്കൾ നമ്മളെ ഉപദേശിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ നമ്മുടെ സമുദായത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രാത്രിക്ക് പ്രത്യേകതയുണ്ടോ? ആ രാത്രിയെക്കുറിച്ചിട്ട് വന്നിട്ടുള്ള ഹദീസുകൾ പൂർണ്ണമായും സഹിഹാണോ? ഈ രാത്രിക്ക് ശേഷം നമ്മൾ അനുഷ്ഠിക്കാൻ വേണ്ടി സാധാരണ പതിവാക്കിയിട്ടുള്ള നോമ്പ് അത് മുഅക്കദത്തായ സുന്നത്താണോ, സഹിഹായ റിവായത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? ഇങ്ങനെ നമ്മുടെ സമുദായത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകൾ സജീവമാകുമ്പോൾ സമുദായത്തിൽ അതിൽ പങ്കെടുക്കുന്ന ആളുകളെ നമ്മൾ പരിശോധിക്കാൻ ശ്രമിച്ചാൽ പ്രിയപ്പെട്ടവരെ, എത്ര ശതമാനം ആളുകൾക്കാണ് ഇന്ന് ഷാബാൻ 15 അറിയുന്നത്? എത്ര ശതമാനം ആളുകൾക്കാണ് ഷാബാൻ 15-ന്റെ അന്നത്തെ രാത്രിയിൽ നിസ്കാരവും ഇബാദത്തും ദുആയും ദിക്റും ഖുർആനോത്തും ഒക്കെ വേണം എന്ന് തോന്നുന്നത്? വേണമെന്ന് തോന്നുമ്പോഴാണല്ലോ വേണ്ട എന്ന മറു അഭിപ്രായം വരിക. ഈ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ചർച്ചയ്ക്കെടുക്കുന്ന നമ്മുടെ സമുദായത്തിലെ എത്ര ശതമാനമുണ്ട്? വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. എന്നാൽ മഹാഭൂരിപക്ഷം ഈ ചർച്ചകളൊന്നും അറിയാതെ ഈ വിഷയങ്ങളിലേക്കൊന്നും ശ്രദ്ധ തിരിക്കാതെ അവരുടെ ജീവിതത്തിൻ്റെ വേറെ ഏതോ ഭാഗങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ യുവസമൂഹം, ആൺകുട്ടികളും പെൺകുട്ടികളും, ആണുങ്ങളും പെണ്ണുങ്ങളും, അവരുടെ മനസ്സിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഷാബാൻ വരുന്നു, റമദാൻ വരുന്നു, ദുൽഹജ്ജ് വരുന്നു, മാറി മാറി വരുന്ന മഹത്വമേറിയ മാസങ്ങൾ പലതും വരുന്നു. അതിൽ കുറേ നല്ല അമലുകളൊക്കെ നാട്ടിൽ നടക്കുന്നു. പക്ഷേ നമുക്കതുമായിട്ട് എന്ത് ബന്ധമുണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിലെ ഭൂരിപക്ഷത്തിനും അത്തരം കാര്യങ്ങളിൽ ഒന്നും ഒരു ബന്ധവുമില്ല. ഇവിടെ ഒരു കാര്യം ഞാനും നിങ്ങളും ഓർക്കേണ്ടതുണ്ട്. ഇന്ന് ഷാബാൻ 14 എന്ന് നമ്മൾ പറയുമ്പോൾ ആ 14-ന്റെ രാത്രിയിൽ ഇബാദത്ത് എടുക്കണോ വേണ്ടേ എന്ന് നമ്മൾ തർക്കിച്ചു നിൽക്കുമ്പോൾ, എങ്ങനെയെങ്കിലും നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ നമ്മളുമായി ബന്ധപ്പെട്ട അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ആ റബ്ബിന് നമ്മളോട് കനിവ് തോന്നിയിട്ട് എന്നെ അങ്ങ് സ്വീകരിക്കണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് ആശിച്ച ആ മനസ്സ് നമ്മൾ ആവർത്തിച്ച് ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മറുഭാഗത്ത് ഇന്ന് ഫെബ്രുവരി 14.
ഫെബ്രുവരി 14 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ സുപരിചിതമായി, നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നമ്മളുടെ സമുദായത്തിലേതടക്കമുള്ള ഭൂരിപക്ഷം യുവതലമുറയും ഹറാമുകളുടെ അനാവശ്യങ്ങളുടെ ആഭാസങ്ങളുടെ കൂത്തരങ്ങ് തീർക്കുന്ന ഒരു രാത്രിയാണ്, അല്ലെങ്കിൽ ഒരു സന്ധ്യയാണ്. അതിന് പുതിയൊരു നാമം നൽകിയിട്ടുണ്ട്. പരസ്യമായ നിലയിൽ പരസ്പരം ചുംബനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചുംബനങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഹറാമ് ചെയ്യാനുള്ള ഒരു ആർജവം കാണിക്കുന്ന, തൻ്റെ ഇടം കാണിക്കുന്ന ഒരു രാവാണ് ഇന്നത്തെ രാവ് എന്ന് നമ്മൾ ബോധ്യപ്പെടണം. അവിടെയാണ് ഏകദേശം അതേ പ്രായത്തിൽ, കൗമാരത്തിന്റെ, യുവത്വത്തിന്റെ ആ പ്രത്യേക പ്രായത്തിൽ എത്തി നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരായ കുഞ്ഞുങ്ങൾ ഈ രാവിനെ സാക്ഷിയാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്തു എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്. ഇത് ചെറിയ കാര്യമല്ല, ഇത് വലിയ കാര്യമാണ്. നമ്മുടെ സമുദായത്തിന്റെ പൊതുവായ സഞ്ചാരത്തെ മുമ്പിൽ വെച്ച് ആലോചിക്കുമ്പോൾ, സമുദായത്തിന്റെ തെറ്റായ പോക്കിനെ നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, അവിടെ കഷ്ടപ്പെട്ട് മെനക്കെട്ട് ത്യാഗം ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഖുർആൻ പഠിക്കുന്നു, ഖുർആൻ ഹാഫിളുകളാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുഞ്ഞുങ്ങൾക്ക് ഉയർന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് വിദേശ രാഷ്ട്രത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഒരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യത്തു നിന്നും ഓരോ ആളുകളെയാണ് തിരഞ്ഞെടുക്കപ്പെടുക. 54 രാഷ്ട്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ മത്സരാർത്ഥികളാണ് അതിൽ മാറ്റുരയ്ക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ കൊച്ചു സ്ഥാപനത്തിൽ നിന്നും ഒരു വിദ്യാർത്ഥിയെയും കൂട്ടി ഞാനും അതിൽ പങ്കെടുത്തു. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യക്കാർക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ ഓതി മത്സരിച്ചത് ഐനുൽ മആരിഫിന്റെ ഒരു സന്തതിയായിരുന്നു. ആ കുട്ടിയെ കൊണ്ട് ഞാൻ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അവിടെ മത്സരവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിഷയങ്ങളും ഒന്നും പറയാനല്ല ഞാനിത് ഉദ്ധരിക്കുന്നത്. 54 രാഷ്ട്രങ്ങളിൽ നിന്നും പരിശുദ്ധ ഖുർആൻ പഠിച്ച് പയറ്റി തെളിഞ്ഞ, അതിൽ മികവ് പ്രകടിപ്പിച്ച ആളുകൾ അന്താരാഷ്ട്ര ലെവലിൽ തങ്ങളുടെ മാറ്റുരയ്ക്കുന്നതിന് വേണ്ടി എത്തിപ്പെട്ടു. 54 രാഷ്ട്രങ്ങളിൽ നിന്നും. അതിൽ സൗദി അറേബ്യ, നേരത്തെ ഇനാമ് സൂചിപ്പിച്ചല്ലോ, സൗദി അറേബ്യയിലും മറ്റ് അറബ് രാഷ്ട്രങ്ങളിലും ജനിച്ചു വളർന്ന് ഖുർആൻ പഠിച്ച ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അറബുമായി ബന്ധമില്ലാത്ത, ദീനിയായ ചരിത്ര പശ്ചാത്തലവുമായി ബന്ധമില്ലാത്ത യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നും ഒട്ടനവധി ആളുകൾ വന്നു. ആ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നും ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നുമൊക്കെ വന്നു പങ്കെടുത്ത ആളുകളെ 3-4 ദിവസം ഒന്നിച്ചൊരു ഹോട്ടലിൽ താമസിച്ചപ്പോൾ മാറി മാറി പരിചയപ്പെടുന്നിടത്ത്, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ ഖുർആൻ ലോകത്ത് എത്രത്തോളം ആദരിക്കപ്പെടുന്നു, പഠിക്കപ്പെടുന്നു, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആളുകൾ ബന്ധപ്പെടുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. അൽഹംദുലില്ലാ, നമ്മുടെ പള്ളിയിലും പള്ളിയുടെ മേലെയും ഒക്കെ അത്യാവശ്യ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മുടെ പ്രിയങ്കരായ നാട്ടുകാര്, രക്ഷിതാക്കൾ സന്നദ്ധരാണ്. പക്ഷെ ഈ സൗകര്യങ്ങൾ ഒന്നും ലഭിക്കാതെ റഷ്യയിൽ നിന്നും, ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും, കജാക്കിസ്ഥാനിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, കെനിയയിൽ നിന്നും ഒക്കെ വന്ന് മാറ്റുരച്ച ആ മക്കളല്ല, വലിയ പ്രായമുള്ള ആളുകൾ, അവരുമായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന അവരുടെ അനുഭവങ്ങൾ വല്ലാതെ അത്ഭുതം തോന്നി. ഇവിടെ നമ്മുടെ മദ്രസയിൽ കുറച്ച് കാലങ്ങളായി ആഹാരം കൊടുത്ത് സഹായിക്കുന്ന, ആഹാരം കൊടുത്ത് ഖിദ്മത്തെടുക്കുന്ന പ്രിയങ്കരിയായ ഒരു സഹോദരിയുടെ മകൻ, അവൻ്റെ അധ്വാനത്തിൻ്റെ പേരിൽ ഹാഫിളായി എന്ന് കേട്ടപ്പോൾ ഇന്നത്തെ ഈ സദസ്സിൽ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ കുളിർമ പകരുന്ന ഒരു സന്തോഷ വാർത്ത അതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാത്മാക്കളുടെ ചരിത്രത്തിന് പിൻകുറി എഴുതി തയ്യാറാക്കി സമർപ്പിച്ചുകൊണ്ട് വാപ്പയില്ലാത്ത വിധവയായ ഉമ്മയുടെ മടിയിൽ വളർന്ന മകൻ, ജീവിക്കാൻ വേണ്ടിയിട്ട് പള്ളി മദ്രസയ്ക്കും ഒക്കെ ഭക്ഷണമുണ്ടാക്കി ഖിദ്മത്തെടുത്ത ഒരു സ്ത്രീ വളർത്തിയ മകൻ, ഒരു പക്ഷേ നമ്മൾ ഖുറാസാനിൻ്റെയും സമർക്കന്തിൻ്റെയും ബുഖാറയുടെയും സന്തതികൾ പണ്ട് കാലത്ത് രചിച്ച ആ ചരിത്രം നമ്മളുടെ മണ്ണിൽ ആവർത്തിക്കുന്നു എന്ന സന്തോഷം നമ്മുടെ മനസ്സിന് വല്ലാത്ത ആഹ്ലാദമുണ്ടാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കസാക്കിസ്ഥാനിൽ നിന്നും ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും ഒക്കെ വന്ന ആളുകളുമായി ഞാൻ പരിചയപ്പെട്ടപ്പോൾ അവർ എന്താ നിനക്ക് ജോലി, ഏത് മദ്രസയിലാണ് പഠിക്കുന്നതൊക്കെ ചോദിച്ചപ്പം ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് മദ്രസ ഒന്നും പറയാനില്ല. എനിക്കെന്താ ജോലി എന്ന് ചോദിച്ചാൽ, ഞാൻ രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം ളുഹർ വരെ ഞങ്ങളുടെ പരിസരത്തുള്ള ഒരു കൾച്ചർ സെന്ററിൽ പോയി ഖുർആൻ പഠിക്കും. പള്ളി എന്ന് പറയാൻ അവിടെ സാധനം ഇല്ല. കൾച്ചർ സെന്ററിൽ പോയി ഖുർആൻ പഠിക്കും. അത് കഴിഞ്ഞാലോ ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു സൈക്കിൾ റിക്ഷയുണ്ട്, അതിൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന സമൂസ അതുപോലത്തെ കടികൾ അത് ഞാൻ വെച്ചിട്ട് നാട്ടിൽ ഇങ്ങനെ നടന്ന് തെരുവ് കച്ചവടം നടത്തും. വിധവയായ എൻ്റെ ഉമ്മയെ പോറ്റാൻ വേണ്ടി, അനാഥകളായി ബാക്കിയാക്കി പോയ എൻ്റെ വാപ്പയുടെ അഭാവത്തിൽ എൻ്റെ സഹോദരങ്ങളെ പോറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് ആഹരിക്കാനും അന്നം കഴിക്കാനും വക കണ്ടെത്താനായി നട്ടുച്ച വെയിലിലും അതുപോലെയുള്ള പ്രയാസത്തിൻ്റെ സാഹചര്യത്തിലും നാട് നീളെ നടന്ന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും.
വൈകുന്നേരമാകുമ്പോൾ ക്ഷീണിച്ച് തളർന്ന് വന്ന് ആ കൊച്ചു പ്രായത്തിൽ മൂടിപ്പുതച്ച് കടന്നുറങ്ങുന്നതിന് പകരം പള്ളിയുടെ മൂലയിൽ പോയിരുന്നു കൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിക്കും. അങ്ങനെ ഖുർആൻ പഠിച്ചിട്ട് മികവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ അദ്ദേഹം മാറ്റുരയ്ക്കാൻ വന്നിരിക്കും. അങ്ങനത്തെ എത്ര ആളുകളെ കണ്ടു പ്രിയപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗദി അറേബ്യക്കാരും കുവൈത്തുകാരും ബഹ്റൈനുകാരും പോലെയുള്ള അറേബ്യൻ രാഷ്ട്രത്തിൽ ജനിച്ചു വളർന്ന് പഠിച്ച ആളുകളൊക്കെ പിന്നോക്കമാക്കിക്കൊണ്ട് ആഫ്രിക്കൻ രാജ്യത്തു നിന്നും അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും വന്ന സഹോദരങ്ങൾ ഫസ്റ്റ് റാങ്ക് വാങ്ങി. ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രിയങ്കരനായ PT സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, ലോകമെമ്പാടും പരിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കൾ വർദ്ധിക്കുകയാണ്. ലോകമെമ്പാടും പരിശുദ്ധ ഖുർആൻ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം ദിനേന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ബോധ്യപ്പെടേണ്ടത്, തിരിച്ചറിയേണ്ടത്, ഇങ്ങനെ ലോകത്ത് ഖുർആൻ പഠിപ്പിക്കപ്പെടുന്നു, ഖുർആൻ പഠിക്കപ്പെടുന്നു, ഖുർആൻ ഹാഫിളുകളാകുന്നു. പക്ഷേ നമുക്കെത്രത്തോളം ഖുർആനുമായി ബന്ധമുണ്ട്? നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഖുർആനുമായി ബന്ധമുണ്ട്? നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഖുർആൻ എത്രത്തോളം കടന്നു വരുന്നുണ്ട്? നമ്മുടെ മക്കളിലേക്ക് എത്രത്തോളം ഖുർആൻ കടന്നു വരുന്നുണ്ട്? നമ്മുടെ ഭാര്യമാരിൽ, പെൺകുട്ടികളിൽ ഖുർആനുമായുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ നിങ്ങളും ആലോചിക്കണം. ഒന്നാമതായി, നമുക്ക് ഖുർആൻ പഠിക്കാൻ എത്രത്തോളം അവസരം കിട്ടിയിട്ടുണ്ട്. രണ്ടാമതായി, ഈ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയും മെനക്കെടുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലം എത്ര വലുതാണ്. ആ പ്രതിഫലത്തെ സ്വായത്തമാക്കാൻ വേണ്ടി ഞാനും നിങ്ങളും എത്രത്തോളം മെനക്കെടുന്നു, കഷ്ടപ്പെടുന്നു. നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ധനസഹായം കൊണ്ടും മനസ്സിന്റെ നല്ല അഭിപ്രായങ്ങളുടെ സ്വരൂപം കൊണ്ടുമൊക്കെ നമ്മൾ ഈ സംരംഭത്തെ എത്രത്തോളം സഹായിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റൊന്ന് നമ്മൾ ആലോചിക്കേണ്ടത്, ഈ പരിശുദ്ധ ഖുർആൻ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഈ പരിശുദ്ധ ഖുർആൻ എന്തിനാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത്? ഈ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ സമൂഹത്തിന് എന്ത് ഗുണമാണുള്ളത്? ലോകത്തിന് എന്ത് ഗുണമാണുള്ളത്? നാട്ടുകാർക്ക് എന്ത് ഗുണമാണുള്ളത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലൂടെ, ആ ഖുർആനിന്റെ മനനത്തിലൂടെ തൊപ്പിയിട്ട, കമീസിട്ട, തലപ്പാവ് ധരിച്ച കുറെ മുല്ലമാരെയും മുസ്ലിയാക്കന്മാരെയും ഹാഫിളുകളെയും ആലിമുകളെയും സൃഷ്ടിക്കുക അതിന്റെ അപ്പുറത്തേക്ക് കുറെ നല്ല മനുഷ്യന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു മകൻ ഹാഫിളാകുമ്പോൾ ഖുർആനിന്റെ വിശുദ്ധ വാക്യങ്ങൾ അവന്റെ നെഞ്ചകത്ത് അവൻ അടുക്കിപ്പറക്കി വെക്കുമ്പോൾ അവന്റെ ജീവിതത്തിലുടനീളം അതിന്റെ പ്രഭ പരക്കണം, അതിന്റെ വെളിച്ചം പകരണം, അതിന്റെ സ്മെല്ല്, അതിന്റെ സുഗന്ധം പരക്കണം. എന്ന് പറഞ്ഞാൽ അവന്റെ നാവിൽ നിന്നും ഉതിർന്നു വീഴുന്ന വാക്കുകളിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് വിശുദ്ധമായ ഖുർആനിന്റെ വരികളാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് അവന്റെ നാവിൽ നിന്നും സത്യസന്ധമായ സംഭാഷണങ്ങൾ മാത്രമേ വരാവൂ. അവന്റെ നാവിൽ നിന്നും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വാക്കുകൾ മാത്രമേ വരാവൂ. അവന്റെ നാവിൽ നിന്നും മുതിർന്നു വീഴുന്ന വാക്കുകൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന ദുരവസ്ഥ ഉണ്ടാകരുത്. ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് ഉപദ്രവകരമായ നിലയിൽ അവനിൽ നിന്നും ഒരു ചലനങ്ങളും ഒരു പ്രവർത്തനങ്ങളും ഉണ്ടാകരുത്. അവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ വാക്യത്തെ തലയിൽ ചുമന്ന് നടക്കുന്നവനാണ്. അവൻ ഹൃദയത്തിൽ അത് പേറി നടക്കുന്നവനാണ്. അതുകൊണ്ട് നാട്ടുകാര് ഒരുപക്ഷെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ആക്ഷേപിക്കുകയും കല്ലെറിയുകയും കുറ്റം പറയുകയും മറ്റുമൊക്കെ ചെയ്തപ്പോഴും അല്ലമീൻ എന്ന വാക്കിൽ, വിശ്വസ്തത തുളുമ്പുന്ന വാക്കിൽ അഭിസംബോധനയിൽ മഹാവ്യക്തിത്വമായി ആദരിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമി എന്ന നിലയിൽ ഈ ഖുർആൻ പഠിച്ച മകൻ, ഈ ഖുർആൻ പഠിച്ച മകള് സമൂഹത്തിന്റെ മുമ്പിൽ നല്ല മാതൃകയാകണം. ഈ ഖുർആൻ പഠിക്കുന്നതിന്റെ പേരിൽ അവരുടെ ഉള്ളകം ശരിയാകണം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ വിശ്വാസം നന്നാകണം, അവരുടെ പ്രവർത്തനങ്ങൾ നന്നാകണം, അവരുടെ ജീവിത രീതികൾ നന്നാകണം, അവരുടെ ജീവിതത്തിലെ ബന്ധങ്ങൾ നന്നാകണം, അവരുടെ ജീവിതത്തിലെ ഇടപാടുകൾ നന്നാകണം. അവരുടെ ജീവിതം കണ്ടാൽ ജനങ്ങൾക്ക് ദീനിനോട് സ്നേഹം തോന്നണം. അവരുടെ ജീവിതം കണ്ടാൽ ജനങ്ങൾക്ക് പടച്ചവനോട്, അവന്റെ റസൂലിനോട്, അവന്റെ ഖുർആനിനോട് ആദരവും സ്നേഹവും തോന്നണം. അത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കണം, പ്രസംഗം കൊണ്ടല്ല. ജീവിതം കൊണ്ട് സാധിക്കണം. നേരത്തെ സ്വാഗത പ്രാസംഗികനും മറ്റുമൊക്കെ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ഒരു പൊതുവായ ഒരു ഓപ്പൺ സ്റ്റേജിൽ പരിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? വാക്കുകളെ കൊണ്ട്, പ്രസംഗത്തെ കൊണ്ട്, പ്രഭാഷണത്തെ കൊണ്ട് ഈ പരിശുദ്ധ ഖുർആനിന്റെ മാസ്മരീകതയും ഇതിന്റെ ആകർഷണീയതയും ഇതിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തെയും സമൂഹത്തോട് മലയാള ഭാഷയിൽ പറഞ്ഞു തീർക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. ഞാൻ എവിടെയാണോ ജീവിക്കുന്നത്, ഞാൻ ആരോടൊപ്പമാണോ ജീവിക്കുന്നത്, ആ ജീവിക്കുന്ന സമൂഹത്തിൽ എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ ഉൾക്കൊള്ളുന്ന, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ മഹത്വത്തെ സമർപ്പിക്കാൻ എനിക്ക് സാധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഖുർആൻ ജനങ്ങളോട് പറയിപ്പിച്ച ഒരു വാക്കുണ്ട്, വഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ൽ.
എത്ര സുന്ദരമായ വചനമാണ്. ജനങ്ങളെ, സമൂഹമേ, നാട്ടുകാരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ൽ. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളിൽ എത്ര കാലമായി ജീവിക്കുന്നു? നിങ്ങളോടൊപ്പമല്ലേ ഞാൻ ജീവിക്കുന്നത്? ഞാൻ മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഉണക്ക റൊട്ടി കടിച്ചു തിന്നുകയും ഉണക്കിയ ഇറച്ചി കഷ്ണത്തെ കടിച്ചു തിന്നുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരിയായ പെണ്ണുപെറ്റ മകനല്ലേ ഞാനിങ്ങനെ മാലാഖയായി വാനിൽ നിന്നും ഭൂമിയിൽ അവതരിച്ച അമാനുഷികനല്ല. ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്. പക്ഷേ യൂഹാ ഇലയ്യ, എന്നിലേക്ക് ഇതാ ഈ വിശുദ്ധ ഗ്രന്ഥം വഹിയായി അറിയിക്കപ്പെട്ടു. നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചാൽ, ഞങ്ങൾ നിങ്ങളെപ്പോലത്തെ രക്ഷിതാക്കളുടെ മാതാപിതാക്കളുടെ മക്കളാണ്. പക്ഷേ ഇന്നു മുതൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധ ഖുർആൻ അവതരിച്ചു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഏറ്റെടുത്തു. അതുകൊണ്ട് ഇന്നു മുതൽ എന്നെ നിങ്ങൾക്ക് കാണാം. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലി വ അന ഖൈറുക്കും ലി അഹ്ലി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി നിങ്ങൾ എന്നെ നോക്കിക്കോളൂ, ഇനി നിങ്ങൾ എന്നെ നോക്കിക്കോളൂ. എൻ്റെ ജീവിതം, എൻ്റെ പെരുമാറ്റം, എൻ്റെ സംസാരം, എൻ്റെ ഇടപെടലുകൾ, ഞാൻ ജനങ്ങളുമായുള്ള ബന്ധത്തിൽ എന്നെ നിങ്ങൾ വിലയിരുത്തിക്കോളൂ. എന്നിൽ നിന്നും നിങ്ങൾക്കൊരു ദുഷിപ്പ് കാണാൻ കഴിയില്ല. അഷ്റഫുൽ ഖൽഖിന്റെ വാക്കുകൊണ്ട് അള്ളാഹു പറയിപ്പിച്ച മറ്റൊരു വചനമുണ്ട്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ജനങ്ങളെ, സമൂഹമേ, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് പോയി എത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്നും അവന്റെ സ്നേഹം നേടിയെടുക്കണമെന്നും താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള മാർഗം എന്താണെന്നറിയുമോ? അതിനുള്ള മാർഗം ജീവിതത്തിൽ നിന്നും ഒളിച്ചോടി ഏതെങ്കിലും മല കയറി അവിടെ തപസ്സനുഷ്ഠിക്കലല്ല. ജീവിതത്തിൽ നിന്നും ഒളിച്ചോടി ഏതെങ്കിലും മലയിൽ കയറി അവിടെ തപസ്സനുഷ്ഠിക്കലല്ല. പിന്നെയോ, നിങ്ങളോടൊപ്പം ഒരു മനുഷ്യനായി ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കുന്നു, ഞാൻ എങ്ങനെ മാതാപിതാക്കളെ ആദരിക്കുന്നു, ഞാൻ എങ്ങനെ സഹോദരങ്ങളുമായി ബന്ധം പുലർത്തുന്നു, ഞാൻ എങ്ങനെ എൻ്റെ മക്കളെ പോറ്റുന്നു, ഞാൻ എങ്ങനെ എൻ്റെ പേരക്കിടാങ്ങളെ താലോലിക്കുന്നു, ഞാൻ എങ്ങനെ എൻ്റെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കുന്നു, ഇതൊക്കെ നിങ്ങൾ കാണൂ. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിനോട് സ്നേഹം വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതാ എന്നെ പിൻപറ്റിക്കോളൂ, എന്നെ പിൻപറ്റി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ഹാഫിളുകളും സമൂഹത്തോട് പറയാതെ പറയേണ്ട ഒരു മഹത്തായ സന്ദേശം ഇതാണ്. ഞാൻ വെറും മെഹ്റാബിൽ നിന്നുകൊണ്ട് നിസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോൾ മൈക്കിലൂടെ നിങ്ങൾ കേൾക്കുന്ന എൻ്റെ ഖുർആൻ പാരായണത്തിന്റെ ആകർഷണീയതയിൽ നിങ്ങളുടെ അപ്ലാസ് വാങ്ങാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ എന്നെ പ്രഭാഷകനായി ക്ഷണിക്കുമ്പോൾ മൈക്കിന്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങളെ സംബോധന ചെയ്ത് ഖുർആൻ പ്രഭാഷണം നടത്തിയിട്ട് നിങ്ങളുടെ അംഗീകാരം വാങ്ങാനല്ല, മറിച്ചോ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നൊരു സാധാരണ മനുഷ്യനായി ജീവിക്കുമ്പോൾ എനിക്ക് ഖുർആൻ നൽകിയ പ്രചോദനം, എനിക്ക് ഖുർആൻ നൽകിയ തർബിയത്ത്, എനിക്ക് ഖുർആൻ നൽകിയ പരിഷ്കരണം, സംസ്കരണം, അതൊരു ഉത്തമ മനുഷ്യനായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അറിയുമോ, ബായസീദ് ബിസ്താവി എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യനുണ്ടായി. ഇവിടെ ഹാഫിളുകളെയാണല്ലോ നമ്മൾ ആദരിക്കുന്നത്, ഹാഫിളുകളെയാണ് നമ്മൾ ആദരിക്കുന്നത്. ബായസീദ് ബിസ്താവി എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പ്രിയപ്പെട്ട പിതാവ് അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്ന സമയത്ത് ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. സാധാരണ യാത്രയല്ല, ഇൽമു പഠിക്കാൻ വേണ്ടി പോയി എന്നാ പറയും അന്നത്തെ കാലഘട്ടത്തിലെ യാത്ര. പ്രിയപ്പെട്ടവരെ, ബായസീദ് ബിസ്താവിയെ സംബന്ധിച്ചിട്ട് നമ്മൾ ഒരുപാട് കഥകൾ, സംഭവങ്ങൾ, അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. മഹാനായ ആ മനുഷ്യന്റെ പിതാവ് മാതാവിനെ, ഭാര്യയെ വിശ്വസിച്ച് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ദീനിന്റെ മാർഗത്തിൽ പഠനാർത്ഥം പോയി, ദീനിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി പോയി. കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹം മടങ്ങിയെത്തിയിട്ട് ഒരു സന്ധ്യാനേരത്ത് തന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ ഉമ്മയും മകനും മാത്രമേ ഉള്ളൂ. ഉമ്മയും മകനും മാത്രമുള്ള വീട്ടിലേക്ക്, സ്വന്തം വീടാണെന്ന അധികാരത്തോടെ, പ്രത്യേകിച്ച് അന്വേഷണങ്ങളോ അനുവാദം വാങ്ങലോ ഒന്നും കൂടാതെ ഈ വന്ന ആള് അഥവാ സാക്ഷാൽ വാപ്പ അങ്ങ് കടക്കാൻ ശ്രമിച്ചപ്പോൾ ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് വന്നിട്ട് അയാളെ തടുത്തു നിർത്തി. അനുവാദമില്ലാതെ എൻ്റെ ഉമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ എങ്ങനെ കയറും എന്ന് ചോദിച്ച് തടുത്തു നിർത്തുന്ന ഒരു സംഭവം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. വന്ന ആള് പറഞ്ഞോ, ഇത് എൻ്റെ വീടാ, എൻ്റെ ഭാര്യ ഉള്ളിലുള്ളത്, എൻ്റെ വീടാ എന്ന് പറഞ്ഞ് കയറാൻ ശ്രമിക്കുമ്പോൾ, ഇല്ല, ഒരു അന്യപുരുഷൻ ഈ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മകൻ തടസ്സം പിടിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപ്പയും മകനും തമ്മിലുള്ള തർക്കത്തിന്റെ ശബ്ദം ഉയർന്നപ്പോൾ അടുക്കളയിൽ ഇരുന്നു കൊണ്ട് അമ്മ ഇത് കേൾക്കുകയും അവർ ഓടി വരുന്നു. എന്നിട്ട് മോനോട് പറയുന്നു, മോനെ, ഇത് അന്യനല്ല, ഇത് നിന്റെ വാപ്പയാണ്. പ്രിയപ്പെട്ടവരെ, ഇവൻ അന്യനല്ല, ഇവൻ നിന്റെ മകനാണ്, നിങ്ങളുടെ മകനാണ്. നിങ്ങൾ ദീനിന്റെ മാർഗത്തിൽ പുറപ്പെടുമ്പോൾ ഗർഭസ്ഥ ശിശുവായ നിലയിൽ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ഈ കുഞ്ഞ് ഇന്ന് 23 വയസ്സ് പ്രായക്കാരനായി. 23 വയസ്സ് പ്രായമായപ്പോഴേക്കും, നേരത്തെ പറഞ്ഞല്ലോ, വാപ്പയില്ലാതെ മകനെ വളർത്തിയ
വാപ്പയില്ലാതെ മക്കളെ വളർത്തി വലുതാക്കിയ, മക്കളെ ഹാഫിളുകളും ആലിമുകളുമാക്കിയ മഹാരഥന്മാരായ ആളുകളുടെ മാതാക്കളുടെ ആ ശൃംഖലയിൽ മഹദി അവറുകൾ പെട്ടു. വളർത്തി വലുതാക്കി പഠിപ്പിച്ചു. ആ പ്രിയപ്പെട്ട പിതാവ് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഒരാളിരുന്ന് ഖുർആൻ ക്ലാസ് എടുക്കുന്നു, ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ചു, ദ്വാരുന്നു, പടച്ചവനെ, ഇങ്ങനത്തെ ഒരു മോനെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ, ഇങ്ങനത്തെ ഒരു മോനെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ. പിന്നീടാണ് അദ്ദേഹം വീട്ടിൽ വരികയും ഈ സംഭവങ്ങളൊക്കെ നടക്കുകയും അവസാനം ഇതെന്റെ മകനാണല്ലോ, എന്റെ മകൻ എന്റെ അഭാവത്തിൽ എന്റെ പ്രിയതമ അവള് പോറ്റി വളർത്തി വലുതാക്കി ഈ കൊലത്തിലാക്കി, അൽഹംദുലില്ലാഹ്, സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഭാഗം പറയാനല്ല ഉദ്ദേശിച്ചത്. ഒരു ദിവസം മഹാനായ ബായസീദ് ബിസ്താവി പാതിരാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൈകെട്ടി നിസ്കരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പതിവ് എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുമായിരുന്നു. നമ്മൾ ബറാത്തിന്റെ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് ഇബാദത്തെടുക്കണോ എന്ന തർക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വർഷത്തിൽ ഒരു രാത്രി, 2 രാത്രി, ചില രാത്രികൾ ഉറക്കമൊഴിയണോ എന്ന് ആലോചിച്ച് സമയം മെനക്കെടുമ്പോൾ നമ്മുടെ മുൻഗാമികൾ, സ്വർഗവാസികളായ നമ്മുടെ മഹാരഥന്മാർ അവരവരുടെ സാധാരണ ജീവിതത്തിലെ രാവുകളൊക്കെ സജീവമാക്കി രാത്രി മൊത്തം നിന്ന് നിസ്കരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. പതിവ് പോലെ ഈ പ്രിയപ്പെട്ട ഈ മഹാനുഭവൻ നമസ്കാരത്തിൽ കൈകെട്ടി നിസ്കരിക്കുകയാണ്. നിസ്കാരം ഇങ്ങനെ ജോറായി നടക്കുന്നതിന്റെ ഇടയിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ശബ്ദം കേൾക്കുന്നു. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം ആദ്യം നിസ്കാരത്തിൽ തന്നെ മുഴുകാൻ ശ്രമിച്ചു. പക്ഷെ പല പ്രാവശ്യം ഈ ശബ്ദം വന്നു. അദ്ദേഹത്തിന് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടിയില്ല. നിസ്കാരത്തിൽ അദ്ദേഹം കൈയഴിച്ചു. ആ പരിസരത്ത് പാതിരാത്രി ആയതുകൊണ്ട് പെട്ടെന്ന് കടന്നു പോകുന്നത് ശരിയല്ലല്ലോ, വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹം നേരം വെളുക്കാൻ കാത്തുനിന്നു. നേരം വെളുത്തപ്പോൾ അന്വേഷണം നടത്തി. എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്നും നിരന്തരമായി രാത്രി മുഴുവൻ കൊച്ചു കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ കിട്ടിയ മറുപടി എന്നാൽ ആ വീട്ടുകാരൻ, ആ വീട്ടിന്റെ ഗൃഹനാഥൻ ഒരു കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് യാത്ര പോയിട്ട് കുറച്ച് നാളുകൊണ്ട് തിരിച്ചു വരുമെന്ന് സമാധാനിപ്പിക്കുകയും അതുവരെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ വകകളും വിഭവങ്ങളും ഒക്കെ നൽകുകയും ചെയ്തിട്ടാണ് പോയത്. പക്ഷേ യാദൃച്ഛികമായി ആ മനുഷ്യന്റെ യാത്ര ദീർഘിക്കുകയും അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയും ചെയ്തു. വീട്ടിൽ ഒരമ്മയും മക്കളും മാത്രം ഒറ്റയ്ക്കായി. അവർക്ക് ആഹാരത്തിന് വഴിയില്ല, അവരെ നോക്കി സംരക്ഷിക്കാൻ ആളുകളില്ല. ഒരു നിലയിലും സംരക്ഷിക്കാൻ ആളുകളില്ലാത്ത ഈ കുടുംബം രാവും പകലും മെനക്കെടുകയാണ്, കഷ്ടപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ്. ഈ വിവരം അറിഞ്ഞപ്പോൾ പ്രഭാതത്തിൽ ബായസീദ് ബിസ്താവി അദ്ദേഹത്തിന്റെ അയൽവാസിയായ ആ വീട്ടുകാരിയെ സമീപിച്ചു. വാതിൽ മുട്ടി വിശേഷം അന്വേഷിച്ചപ്പോൾ അവരിതൊക്കെ പറഞ്ഞു. എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല, എനിക്ക് ആഹാരം കഴിക്കാൻ ഒരു മാർഗവുമില്ല, എനിക്കത് കൊണ്ടുതരാൻ ആരുമില്ല. പക്ഷേ എൻ്റെ വിഷമങ്ങളും വ്യഥകളും പ്രയാസങ്ങളും ഒന്നും ആരോടും പറയാതെ ഞാനിങ്ങനെ ഒതുങ്ങിക്കൂടുകയാണ്. രാത്രിയിൽ കുഞ്ഞുങ്ങളുടെ വിശപ്പ് സഹിക്ക വയ്യാതെയുള്ള ഈ കരച്ചിൽ, അതിൻ്റെ പേരിൽ രോഗികളാകുന്ന അവസ്ഥ, ഇതൊന്നും എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, മഹാനായ ആ മനുഷ്യൻ നേരെ മാർക്കറ്റിൽ പോയി ഒരു വീട്ടിൽ താമസത്തിന് ആവശ്യമായ അന്നവും ആഹാര സാധനങ്ങളും ഒക്കെ വിലയ്ക്ക് വാങ്ങി വീട്ടുവാതിലിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വാതിൽ മുട്ടിയിട്ട് പറഞ്ഞു, സഹോദരി, നിന്റെ ആവശ്യ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇതാ തൊട്ടടുത്ത് ഞാൻ താമസിക്കുന്നുണ്ട്, നീ എന്നെ ബന്ധപ്പെടണം, എന്നെ വന്ന് കാണണം. ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖുർആൻ പ്രഭാഷകനായി മിമ്പറുകളിൽ, മെഹ്റാബുകളിൽ തിളങ്ങിയാൽ പോരാ. ഖുർആൻ പാരായണം ചെയ്ത് ആനന്ദ നൃത്തം ആടി ജനങ്ങളുടെ മുമ്പിൽ അപ്ലാസ് വാങ്ങിയാൽ പോരാ. നമ്മൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. ഈ സഹോദരിക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ എന്നെ വന്ന് കാണണം. പ്രിയപ്പെട്ടവരെ, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവരെ സമീപിക്കുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം ആ പെണ്ണിന്റെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ വന്നു, അവളുമായി സംവദിച്ചു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എങ്ങനെയാണ് നീ ജീവിച്ചതെന്ന് ചോദിച്ചപ്പോൾ തൊട്ടടുത്തൊരു മുല്ല താമസിക്കുന്നുണ്ട്, ഒരു മുസ്ലിയാർ താമസിക്കുന്നുണ്ട്. ഞാൻ വ്യക്തമായി പറയട്ടെ, ഈ വേദന അനുഭവിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന സഹോദരി ഒരു മുസ്ലിമായ കുടുംബത്തിലെ അംഗമല്ല. അവളുടെ അനാഥയായ കുഞ്ഞുങ്ങൾ മുസ്ലിം കുഞ്ഞുങ്ങളല്ല. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഖുർആൻ പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകി വളർത്തിയെടുത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം, അയൽവക്കത്ത് അവശത അനുഭവിക്കുന്ന വിശന്നവന്റെ വിളി മതം നോക്കിയിട്ടല്ല അവനെ സഹായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാറുള്ളത്. മതത്തെ നോക്കിയിട്ടല്ല, അവന്റെ നിറം നോക്കിയിട്ടല്ല, അവന്റെ കുലം നോക്കിയിട്ടല്ല, അവന്റെ ജാതി നോക്കിയിട്ടല്ല, അവൻ ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവനാണെന്നുള്ള പക്ഷം നോക്കിയിട്ടല്ല. പിന്നെയോ ഒരു മനുഷ്യന്റെ വേദനകളെ സ്വന്തം വേദനയായി കണക്കാക്കാൻ, ഒരു മനുഷ്യന്റെ വിശപ്പിനെയും അതിന്റെ വിളിയെയും സ്വന്തം വിശപ്പും വേദനയുമായി കണക്കാക്കാൻ പഠിപ്പിക്കപ്പെട്ട അനുയായികളാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ. പ്രിയപ്പെട്ടവരെ, ആ കുടുംബം പറഞ്ഞു, ആ കുടുംബത്തിലെ പെണ്ണ് പറഞ്ഞു, തൊട്ടടുത്ത ആളാ നമ്മളെ സഹായിക്കാറുള്ളത്, ആശ്വസിപ്പിക്കാറുള്ളത്.
അവര് വളരെ ആദരവോടെ ബഹുമാനത്തോടെ ബിസ്താവിയുടെ വീട്ടിന്റെ വാതിൽ മുട്ടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ചത് വളരെ വലിയ കാര്യമാണ്, അതിന് നന്ദി രേഖപ്പെടുത്താനാണ് ഞാൻ വന്നത്, അതിന് നന്ദി രേഖപ്പെടുത്താൻ. പ്രിയപ്പെട്ടവരെ, ബിസ്താവി അവറുകൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയുമോ? സഹോദരങ്ങളെ, നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്ന അവിടെ ഇരിക്കട്ടെ, ഞാന് ഈ മുസല്ലയിൽ നമസ്കാരത്തിൽ സുജൂദിൽ കടന്നുകൊണ്ട് പടച്ചവനോട് കരഞ്ഞ് പശ്ചാത്തപിക്കുകയാണ്, പാപമോചനം തേടുകയാണ്. എന്ത് പാപമോചനം? ഇത്രയും ദിവസം എൻ്റെ തൊട്ടയൽവക്കത്ത് ചില കുഞ്ഞുങ്ങൾ അനാഥർ, അവർ വിശന്ന് കരഞ്ഞു, ഞാനത് അറിഞ്ഞില്ല. എൻ്റെ തൊട്ടടുത്ത് ഒരു വിധവയായ പെണ്ണ് വിശന്ന് വലഞ്ഞു, ഞാനത് അറിഞ്ഞില്ല. തൊട്ടടുത്ത വീടുകളിൽ വിശന്ന് വലഞ്ഞ് കരയുന്ന അനാഥ കുഞ്ഞുങ്ങളെ അറിയാതെ, അവരുടെ നൊമ്പരം അറിയാതെ, അവരുടെ വേദനകൾ കാണാതെ ഇങ്ങനെ നിസ്കാരത്തിൽ മുഴുകിയിരുന്ന ഞാൻ നാളെ പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ എന്നെയും എൻ്റെ നിസ്കാരത്തെയും ഹാജരാക്കുമ്പോൾ, എന്നെയും എൻ്റെ ഖുർആനോത്തിനെയും ഹാജരാക്കുമ്പോൾ ഞാൻ എന്തു മറുപടി പറയും എന്നുള്ള വെപ്രാളത്തിലാണ്. എന്തു മറുപടി പറയും? എൻ്റെ പടച്ചവന്റെ മുമ്പിൽ ഞാൻ എന്തു മറുപടി പറയും? പടച്ചവനെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ പടപ്പുകളുടെ വേദനകൾ അടുത്തറിയാനാണ്, ഈ പടപ്പുകൾക്ക് ആവശ്യമായ സഹായങ്ങൾ കൊണ്ടെത്തിക്കാനാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ്, എത്ര മഹാനായ ചക്രവർത്തിയാണ് പ്രിയപ്പെട്ടവരെ! ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் രാജ്യം ഭരിച്ചപ്പോൾ, അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഒന്നിനു പുറകെ ഓരോരോ നാടുകൾ അദ്ദേഹത്തിന്റെ കീഴിൽ അടിയറോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങളായി അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഇങ്ങനെ വിസ്തൃതമായി വെട്ടിപ്പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കുറച്ച് നാളത്തേക്ക് മദീനയിൽ നിന്നും ഷാമിൽ പോയി താമസമാക്കി. ഷാമിൽ കുറച്ചു കാലം താമസിച്ചിട്ട് പിന്നീട് ഒരിക്കൽ മദീനയിലേക്ക് മടങ്ങി വന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഖലീഫ മടങ്ങി വരികയാണ്. മടങ്ങി മദീനയിൽ എത്തിയിട്ട് അദ്ദേഹം സാധാരണ പതിവനുസരിച്ചിട്ട് കൊട്ടാരത്തിൽ കഴിയലല്ലോ, രാത്രിയിൽ സുഖമെടുക്കലല്ലോ, വിശ്രമിക്കലല്ലോ, അങ്ങനെ വിശ്രമിക്കുകയും സുഖമെടുക്കുകയും രാജകീയമായ അലങ്കാരങ്ങളിൽ അഭിരമിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഖലീഫ ഉമറിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹം കുറച്ച് നാളുകൾ നാട്ടിലില്ലാത്തതിന്റെ വിടവ് നികത്തുകയും പ്രജകളുടെ, അനുയായികളുടെ അവശതകളും ആവശ്യങ്ങളും നേരിട്ടറിയുകയും ചെയ്യുന്നതിന് വേണ്ടി സാധാരണ പോലെ ഇറങ്ങി നടക്കാറുള്ള പതിവ് അനുസരിച്ചിട്ട് അദ്ദേഹം ഇറങ്ങി നടന്നു. രാത്രിയിൽ നടന്ന് കുറച്ച് ദൂരം പോയപ്പോൾ ഒരു ചെറിയ ടെന്റ്, ഒരു ചെറിയ തമ്പ്, ആ തമ്പിന്റെ ഉള്ളിൽ ഒരൊച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നു. ഒച്ചയും ബഹളവും ഒക്കെ കേട്ടുകൊണ്ട് അരികിൽ ചെന്ന് നോക്കി, ആരാ എന്താ നോക്കുമ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ, ആ സ്ത്രീ തന്റെ അവശത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അത് സഹിക്കാൻ കഴിയാതെ വാവിട്ട് കരയുന്നു. അവളുടെ വേദനകൾ അവളിങ്ങനെ സ്വന്തമായി പറഞ്ഞ് നിലവിളിച്ചു നീരരോധനം മുഴക്കിക്കൊണ്ടിരിക്കുന്നു. അരികിൽ ചെന്നിട്ട് ഈ മഹാനായ മനുഷ്യൻ സാക്ഷാൽ ഉമർ റളിയല്ലാഹു അൻഹു അവറുകൾ ആ സ്ത്രീയോട് ചോദിച്ചു, ഉമ്മാമ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താ നിങ്ങളുടെ കാര്യം? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വേദനിക്കുന്നത്, വിഷമിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആ ഉമ്മാമ പറഞ്ഞു, ഞാന് മോനെ ഒരു വൃദ്ധയാണ്, ആരും നോക്കാനില്ലാത്ത ആളാണ്, ആരും പരിഗണിക്കാനില്ലാത്ത ആളാണ്, ഉറ്റവരും ഉടയവരും ഒക്കെ കൈയൊഴിഞ്ഞവളാണ്, എനിക്ക് പ്രാരാബ്ധങ്ങളുണ്ട്, പരിവാരങ്ങളുണ്ട്, പരിപാലിക്കാൻ ആരുമില്ല, ഞാനിങ്ങനെ കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് അവരതിനോടൊപ്പം ഒരു വാക്ക് പറഞ്ഞു, ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഭരണാധികാരിയായ ഉമർ ഇതൊന്നും അറിയാതെ രാജകീയമായി സുഖിക്കുകയല്ലേ എന്ന് പറഞ്ഞു. ഈ അക്രമത്തിന്റെ പേരിൽ നാളെ പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ ഞങ്ങൾ ഉമറിനെ പിടിച്ചു നിർത്തും എന്ന് പറഞ്ഞു. ഈ വന്നത് സംസാരിക്കുന്നത് ഉമറാണെന്ന് തിരിച്ചറിയാതെ പെൺകുടി ഇങ്ങനൊക്കെ പറഞ്ഞപ്പോൾ ഉമർ വാവിട്ട് കരഞ്ഞു. ഉമ്മാമ, നിങ്ങളുടെ ഈ ദുരവസ്ഥ, നിങ്ങളുടെ ഈ അവശത, ഈ കുടിലിൽ കഴിയുന്ന നിങ്ങളെ സംബന്ധിച്ചിട്ട് ഉമറിന് എങ്ങനെ അറിയാനാണ്? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞങ്ങളുടെ ഭരണാധികാരിയാണെങ്കിൽ, ഞങ്ങളെ ഭരിക്കുന്ന ആളാണെങ്കിൽ ഭരണീയരായ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിയണ്ടേ, അവശത അറിയണ്ടേ? അങ്ങനെ ആവശ്യങ്ങളും അവശതയും അറിയാത്ത ഒരാൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ നേതാവായി മാറിയത്, ഞങ്ങളുടെ ഭരണാധികാരിയായി മാറിയത്? പ്രിയപ്പെട്ടവരെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ ആ സ്ത്രീയോട് അങ്ങേയറ്റം താഴ്മയോടുകൂടി പറഞ്ഞു, സഹോദരി, നിന്റെ അവസ്ഥകൾ ഉമർ അറിയാത്തത് കൊണ്ടല്ലേ, നീ ഉമറിന് മാപ്പ് കൊടുക്ക്. ഉമറിന് മാപ്പ് ഇല്ല, ഞാൻ മാപ്പ് കൊടുക്കുകയില്ല. നീ ഉമറിന് മാപ്പ് കൊടുക്ക്. ഇല്ല, ഞാൻ ഉമറിന് മാപ്പ് കൊടുക്കുകയില്ല. നേരം വെളുക്കട്ടെ, നമുക്ക് ഉമറിനെ സമീപിക്കാം, നിന്റെ ആവശ്യങ്ങളും അവകാശങ്ങളും നമുക്ക് നേടിയെടുക്കാം, നീ ഇപ്പൊ മാപ്പാക്കി എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഈ പാതിരാത്രിയിൽ ഒരു കുടിലിൽ താമസിക്കുന്ന, ഒരു പക്ഷേ ആ പ്രദേശത്ത് തോട്ടവകാശം പോലുമില്ലാത്ത ഞാൻ ഈ പെണ്ണിനെ സഹായിക്കുന്നതിന്റെ പേരിൽ നാളെ ഒരു പഞ്ചായത്ത് മെമ്പറായി വരാൻ വോട്ട് തേടി അവളെ സമീപിച്ചിട്ട് അവളുടെ വോട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിലൊന്നുമല്ല. നാളെ പത്രത്തിൽ വെണ്ടയ്ക്കാ അക്ഷരത്തിൽ ഭരണാധികാരിയോട് കുടിലിൽ കഴിയുന്ന പെണ്ണിനെ സമീപിച്ച് അവളെ സഹായിച്ചു എന്ന് പറയാൻ, അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ വേണ്ടിയല്ല. ഈ പെണ്ണും ഞാനും തമ്മിലുള്ള പാതിരാത്രിയിലെ സംഭാഷണം ഏകനായ റബ്ബല്ലാത്ത വേറെ ആരും അറിയില്ല. എന്നാലും ഉമർ പറഞ്ഞു, ഉമ്മ, ആ ഉമറിന് നിങ്ങൾ പുറത്തു കൊടുക്കണം.
ഉമർ പാവമല്ലേ, അറിയാത്തത് കൊണ്ടല്ലേ. നാളെ പ്രഭാതത്തിൽ ഉമറിനെ സമീപിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഞാൻ നേടിയെടുത്തു തരാം. അവൾ സമ്മതിച്ചില്ല. അവസാനം ഉമർ ചോദിച്ചു, ഉമ്മാമ ഞാനൊരു കാര്യം പറയട്ടെ, ഉമറിന് മാപ്പ് കൊടുക്കാൻ വേണ്ടി നിങ്ങളെ ആക്രമിക്കുകയും നിങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത ആ ബുദ്ധിമുട്ട് നിങ്ങൾ എനിക്ക് വിലക്ക് തരുമോ എന്ന് ചോദിക്കാം. നമ്മൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഡീലിംഗ്, അങ്ങനെ ഒരു കച്ചവടം? നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ച ദുൽമുണ്ടല്ലോ, നിങ്ങൾ അനുഭവിച്ച അക്രമം, ഈ അക്രമത്തിൽ നിങ്ങൾക്കുണ്ടായ മനോവേദന, അത് നിങ്ങൾ എനിക്ക് വിലക്ക് തരണം. അതിന് പകരമായി ഞാൻ നിങ്ങൾക്കൊരു പണം തരാം. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ ഞാൻ വിലക്ക് വാങ്ങുന്നു. ആ പൈസ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ബുദ്ധിമുട്ട് സഹിച്ചതിന്റെ എല്ലാ വിഷമങ്ങളെയും ഭരണാധികാരിക്ക് പുറത്തു കൊടുത്തു എന്ന് പറയണം. അത് പറയാം. അതിന് നീ എത്ര പൈസ ആവശ്യപ്പെടുന്നത്? ആ സാധാരണക്കാരിയായ ആറാബിയായ ഗ്രാമവാസിയായ പെൺകുട്ടി പറഞ്ഞു, 25 ദീനാറ് തന്നാൽ, 25 ദീനാറ് തന്നാൽ ഞാനിത് പുറത്തു കൊടുക്കാം, ഞാനിത് പുറത്തു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, 25 ദീനാറ് തന്നാൽ ഇത് പുറത്തു കൊടുക്കാം എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ആവേശഭരിതനായി ഉമർ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ ഒരു പെൻസിലോ കടലാസോ പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താ, ഞാനിതൊന്ന് കരാറാക്കി എഴുതട്ടെ. 25 ദീനാറ് നിങ്ങൾക്ക് പകരം തന്നുകൊണ്ട് നിങ്ങളോട് ചെയ്തു പോയ ആക്രമത്തെ ഞാൻ വിലക്ക് വാങ്ങുന്നു. പകരം നിങ്ങൾ ഉമറിന് പുറത്തു കൊടുത്തു എന്ന് പറയണം, ഉമറിന് പുറത്തു കൊടുത്തു എന്ന് പറയണം. പാതിരാത്രിയിൽ തങ്ങളുടെ ഭരണാധികാരി നാട് നീളെ കറങ്ങി നടന്ന് യാത്രാക്ഷീണമൊന്നും വകവെക്കാതെ പ്രജകളെ അന്വേഷിച്ചു പോയത് അറിഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും അലി ഇബ്നു അബി താലിബും ഈ മഹാനവറുകൾ എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഖലീഫയോടെ പോയി. അങ്ങനെ രണ്ടുപേരും അന്വേഷിച്ച് പെണ്ണും ഇദ്ദേഹവും തമ്മിലുള്ള സംഭാഷണ മധ്യത്തിൽ പരിസരത്തെത്തി. പെട്ടെന്ന് സാധാരണ പോലെ അവർ പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അമീറൽ മുഅ്മിനീൻ, അസ്സലാമു അലൈക്കും യാ അമീറൽ മുഅ്മിനീൻ, എത്ര നേരമായി ഞങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു, അങ്ങ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അമീറൽ മുഅ്മിനീൻ എന്ന സംബോധന കേട്ടപ്പോൾ ആ സ്ത്രീ ഞെട്ടിമറച്ചു. ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് സാക്ഷാൽ അമീറുൽ മുഅ്മിനീനോടാണ്. ഇത്രയും നേരം ഞാൻ തർക്കിച്ചത് ഞങ്ങളുടെ ഭരണാധികാരിയോടാണ്. എന്റെ മുമ്പിൽ ഒരു കൊച്ചു കിടാവിനെ പോലെ അല്ലെങ്കിൽ ഒരു വലിയ കുറ്റവാളിയെ പോലെ എന്റെ കാലും കൈയും പിടിച്ച് മാപ്പപേക്ഷിച്ചത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ ഉമറായിരുന്നു. അവർ ഒപ്രാളപ്പെട്ടു. അവർ പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ എനിക്ക് മാപ്പാക്കി തരണം, നമ്മൾ തമ്മിൽ അങ്ങനെ ഡീലിങ്സ് ഒന്നുമില്ല, എനിക്ക് പണം വേണ്ട, എനിക്ക് മാപ്പാക്കി തരണം. പ്രിയപ്പെട്ടവരെ, ഉമർ എന്ന മഹാനായ ആ മനുഷ്യന്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയ വിശുദ്ധ ഖുർആനിൽ നേരത്തെ നമ്മുടെ ഇന്നാമുൽ ഹസൻ ഓതിയതുപോലെ, പരലോകത്ത് പടച്ചവന്റെ സന്നിധാനത്തിൽ എത്തുമ്പോൾ ആരും എന്നെ സഹായിക്കാനില്ലാത്ത വേളയിൽ എനിക്കെതിരെ ആരെങ്കിലും ഇങ്ങനെ ആർഗ്യുമെന്റുമായി വന്നാൽ ഞാൻ എന്ത് പകരം നൽകുമെന്ന ബോധമുണ്ടായപ്പോൾ, ഞാൻ എന്ത് പകരം നൽകും, ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന ബോധമുണ്ടായപ്പോൾ ഒരു നാട്ടുകാരിയായ ഗ്രാമവാസിയായ സാധാരണക്കാരിയായ കുടിലിൽ വസിക്കുന്ന പെണ്ണിനോട് അപേക്ഷിച്ചിട്ട് ഡീൽ ഉറപ്പിച്ച ആ 25 ദീനാറിൽ നിന്നും ഇനി പിന്മാങ്ങാൻ ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഞെട്ടി വറച്ചുകൊണ്ട് പിന്മാറാൻ ആഗ്രഹിച്ചു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവറുകൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അലിയിനോട് ചോദിച്ചു, ഒരു പേപ്പറും പേനയും കൊണ്ടാ? കൂട്ടത്തിലുള്ള ആളോട് ചോദിച്ചു. ഇല്ല, ആരുടെ കയ്യിലും പേപ്പറും പേനയും, പാതിരാത്രിക്ക് എവിടുന്ന് പേപ്പറും പേനയും കിട്ടാനാ? നിങ്ങൾ ചരിത്രം നിവർത്തി വായിച്ചാൽ കാണാൻ കഴിയും. മഹാനായ ഉമർ താൻ അണിഞ്ഞിരുന്ന കമീസിന്റെ ഒരറ്റം ഇങ്ങനെ വലിച്ചു കയറിയ ആ വസ്ത്രത്തിന്റെ തുമ്പത്ത് അദ്ദേഹം ഒരു കരാർ എഴുതി. ആ കരാറിൽ കരഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉമർ കണ്ണുനീരുകൊണ്ടൊരു കഥ എഴുതി. ആ കഷ്ണത്തിൽ എന്തായിരുന്നു അവർ എഴുതിയത്? ഉമറിന്റെ ജീവിതത്തിൽ വന്നുപോയ ഗഫ്ലത്തിന്റെ പേരിൽ നാട്ടുകാരിയായ ഒരു പെണ്ണ് അനുഭവിച്ചു പോയ വേദനകൾ 25 ദീനാറിന് പകരം വിലയ്ക്ക് വാങ്ങി. അതിന് നാളെ പരലോകത്ത് എനിക്ക് മേൽ ഒരു ആർഗ്യുമെന്റുമായി ഈ സഹോദരി വരികയില്ലെന്ന് അവർ കരാറ് ചെയ്തു. ഈ സുന്ദരമായ കരാറിന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും അലി ഇബ്നു അബി താലിബും സാക്ഷിയാണ് എന്ന് അദ്ദേഹം എഴുതി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, പാതിരാത്രിയിൽ പടച്ചവന്റെ മുമ്പിൽ ദീർഘമായി നിന്ന് നമസ്കരിക്കുന്ന ഒരു ഹാഫിളിന്റെ, ഒരു ആലിമിന്റെ, ഒരു മുസ്ലിമിന്റെ, ഒരു സഹാബിയുടെ, ഒരു സലഫ് സാലിഹിന്റെ ഒരു കാടുകളിലേക്ക് കരഞ്ഞു വലയുന്ന ശബ്ദം വരുമ്പോൾ, വിശപ്പിന്റെ വിളിയാളം വരുമ്പോൾ, അനാഥകളുടെ അവശതകൾ വരുമ്പോൾ അവന്റെ നിസ്കാരത്തിൽ നിന്നും അവൻ കൈയൊഴിച്ചുകൊണ്ട് ആ സാധുവിനെ സഹായിക്കാൻ എത്തുന്നു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് പടച്ചവന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന മതബോധമുണ്ടായപ്പോൾ ഖുർആൻ അവർക്ക് നൽകിയ ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ അംഗീകാരം വാങ്ങാൻ വേണ്ടിയല്ല, ആളുകളുടെ അംഗീകാരം വാങ്ങാൻ വേണ്ടി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പിന്നെയോ പരലോകത്ത് പടച്ചവന്റെ സന്നിധിയിൽ ഞാൻ പിടിച്ചു നിർത്തപ്പെടരുത് എന്ന ബോധ്യത്തോടുകൂടി അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഈ നിലയിൽ ജീവിക്കാൻ ഒരു ഭരണാധികാരിക്ക് സാധിച്ചു, ഒരു സാധാരണക്കാരന് സാധിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മളിൽ ഉണ്ടാക്കി തീർക്കേണ്ട മാറ്റം. ഇവിടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞു, മാതാപിതാക്കളുടെ ത്യാഗങ്ങളെയും വേദനകളെയും സംബന്ധിച്ച് പറഞ്ഞു. വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറയിൽ അങ്ങനെ ഒരു ബോധം ഇന്ന് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും.
ഹാഫിളായി ആലിമായി പുറത്തു വരുന്ന ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാദ്യമായി മനസ്സിരുത്തുകയും അവരാദ്യമായി ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ഒരിക്കലും തങ്ങളുടെ മാതാപിതാക്കളെ മറക്കാതിരിക്കണം എന്നുള്ളതാണ്. തങ്ങളുടെ സഹോദരങ്ങളെയും തങ്ങളെക്കാൾ മുതിർന്നവരെയും മറക്കാതിരിക്കണം എന്നതാണ് പരിശുദ്ധ ഖുർആൻ പഠിച്ചതിന്റെ പേരിൽ നിങ്ങൾക്കുണ്ടാവേണ്ട മഹത്വത്തിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് എണ്ണാൻ കഴിയുന്ന ഒന്ന് അതാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കൊണ്ട് വേദനിക്കരുത്, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കൊണ്ട് വിഷമിക്കരുത്, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരെ നിങ്ങളൊരു ഉയർന്ന ശബ്ദം പോലും മുഴക്കരുത്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ അനുസരണയുള്ള മക്കളായി മാറണം. നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ നല്ല ഖതീബുമാരായി വളരുന്നു, നല്ല കാര്യമാണ്. നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ നല്ല ഇമാമുകളായി തീരുന്നു, നല്ല കാര്യമാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി നിങ്ങൾ നിങ്ങളുടെ ഉമ്മവാപ്പന്മാരുടെ മുമ്പിൽ അനുസരണയുള്ള ഒരു മകനായി തീരുന്നു, ഒരു മകളായി തീരുന്നു. മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അവരെ കുറിച്ചിട്ട് കേൾക്കാനിടയായി. ആരാണ് ഹസൻ ഇബ്നു അലി? അലി ഇബ്നു അബി താലിബിന്റെ പ്രിയപ്പെട്ട പുത്രനാണ്. അതിലുപരിയായി അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയുടെ മടിയിൽ വളർന്ന മഹാനായ പുത്രനാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ആ മഹാത്മാക്കളെ കുറിച്ചിട്ട് നമ്മൾ എത്ര ചരിത്രങ്ങൾ കേട്ടു പ്രിയപ്പെട്ടവരെ. ഹസൻ ഇബ്നു അലി എത്ര മഹാനാണ്. ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് ശേഷം നമുക്ക് എണ്ണിപ്പറയാൻ കഴിയുന്ന മുസ്ലിം ലോകത്തിന്റെ നേതൃത്വം ആ തലയിലാണ് കിരീടമായി ചൂടപ്പെട്ടത്. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അവറുകൾ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു: എൻ്റെ ഉമ്മയോടൊപ്പം ഉപ്പാപ്പയുടെ വിയോഗത്തിന് ശേഷം അധിക കാലമൊന്നും ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. മുഹമ്മദ് എന്ന ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സ്നേഹവാത്സല്യങ്ങളൊക്കെ നൽകി വളർത്തി വലുതാക്കിയ പേരക്കിടാങ്ങളാണ് ഹസൻ ഹുസൈൻ. പ്രിയപ്പെട്ടവരെ, ഞാനിതൊക്കെ പറയുന്നത് നമ്മൾ ഹാഫിളാകുമ്പോൾ, ആലിമാകുമ്പോൾ, പ്രഭാഷകനാകുമ്പോൾ, പ്രാസംഗികനാകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാനൊരു വാപ്പയാണെന്ന് തിരിച്ചറിവാണ്, ഞാനൊരു ഉപ്പാപ്പയാണെന്ന് തിരിച്ചറിവാണ്, ഞാനൊരു ഭർത്താവാണെന്ന് തിരിച്ചറിവാണ്, ഞാനൊരു ഭാര്യയാണ് എന്നുള്ള തിരിച്ചറിവാണ്. നമുക്ക് അറിവിനേക്കാൾ കൂടുതൽ ഈ തിരിച്ചറിവാണ് വേണ്ടത്. ഞാൻ ഒരു വാപ്പയാണെന്നുള്ള കാര്യം മറന്നുപോയാൽ, അത് മറന്നുകൊണ്ട് എൻ്റെ മക്കളോടുള്ള കടമകൾ പാലിക്കാതെ പോയാൽ, ഞാനൊരു ഭർത്താവാണ് എന്ന സത്യം മറന്നു പോവുകയും എൻ്റെ ഭാര്യയോടുള്ള കടമകളെ പൂർത്തീകരിക്കാതിരിക്കുകയും ചെയ്താൽ, ഞാൻ ഒരു ഉപ്പാപ്പയാണെന്നുള്ള സത്യം മറന്നു പോവുകയും എൻ്റെ പേരക്കിടാങ്ങളോടുള്ള ഹക്കുകളെ മറന്നു പോവുകയും ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, രാജ്യത്തിന്റെ സൈന്യാധിപനായി, ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി, നാട്ടിലെ ഖാദിയായി, നാട്ടിലെ പ്രഭാഷകനായി, പ്രവാചകനായി, പ്രബോധകനായി എല്ലാ രംഗത്തും അങ്ങേയറ്റം തിളങ്ങി നിന്നിരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രംഗങ്ങളിൽ എവിടെയും മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവറുകളെ മകൾ എന്ന നിലയിൽ അങ്ങേയറ്റം സ്നേഹിച്ചു. ഖദീജ ബീവി എന്ന ഭാര്യ എന്ന നിലയിൽ അങ്ങേയറ്റം സ്നേഹിച്ചു. മരിക്കാൻ കിടക്കുന്ന വേളയിൽ ചുണ്ടനങ്ങാൻ പ്രയാസമുള്ള സമയത്ത് പോലും ഏതൊരു മടിയിലാണോ താൻ ശിരസ് വെച്ചിരിക്കുന്നത്, ആ പ്രിയപ്പെട്ട ആയിഷയോട് അവസാന നിമിഷത്തിലും ഭാര്യ എന്ന നിലയിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു, മുഹബ്ബത്ത് പങ്കുവെക്കാൻ ശ്രമിച്ചു, നല്ല ഭർത്താവാകാൻ ശ്രമിച്ചു. നാളെ പരലോകത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരെ ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് എനിക്കിനി എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നില്ല, ഓരോരുത്തരുടെ വീടുകളിലേക്കും വന്ന് നിങ്ങളോടുള്ള ഹക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ശരീരം തളർന്നു, എൻ്റെ കൈകാലുകൾ തളർന്നു, എൻ്റെ നാവെടുത്ത് സംസാരിക്കാൻ കഴിയുന്നില്ല, എൻ്റെ അവശത നിങ്ങൾ മനസ്സിലാക്കണം, ബോധ്യപ്പെടണം എന്നൊക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ മുമ്പിൽ കഴിവുകേട് പ്രഖ്യാപിച്ചപ്പോൾ ഭാര്യമാര് കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു: യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഞങ്ങളുടെ ഹക്കുകളെല്ലാം അങ്ങേക്ക് മാപ്പാക്കി, അങ്ങയുടെ മനസ്സിഷ്ടപ്പെടുന്നത് പോലെ ഇനി അവശേഷിക്കുന്ന ബാക്കി ദിവസം ആയിഷയുടെ വീട്ടിൽ കഴിഞ്ഞുകൂടാൻ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ഭർത്താവായ നിലയിൽ ചരിത്രത്തിന്റെ ഏടുകളിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താക്കന്മാർക്ക് മാതൃകയാകണം. ഒരു നല്ല വാപ്പ എന്ന നിലയിൽ ഫാത്തിമ ബീവിയോട് നല്ല ബന്ധം വെച്ച് പുലർത്തിയ നല്ല വാപ്പയാകാൻ ഈ ഓരോ സഹോദരങ്ങൾക്കും സാധിക്കണം. ഏതെങ്കിലും ഒരു യാത്രയിൽ പുറപ്പെടുമ്പോൾ അവസാനമായി ഓരോ ഭാര്യമാരുടെ വീടുകളിലും പോകും, അവരെ സന്തോഷിപ്പിക്കും, യാത്ര പറയും. അവസാനമായി അവിടുത്തെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ വരും. എന്നിട്ട് ഫാത്തിമയോട് യാത്ര പറയും, അവളെ കെട്ടിപ്പിടിക്കും, അവളുടെ നെറുകയിൽ മുത്തം കൊടുക്കും. ഒരു വാപ്പ മകൾക്ക് കൊടുക്കുന്ന സമ്മാനം, ഒരു വാപ്പ മകളെ ചേർത്ത് പിടിക്കുന്നത്, അണച്ചുകൂട്ടുന്നത്, നെഞ്ചോട് ചേർക്കുന്നത് അഷ്റഫുൽ ഖൽഖ് എന്ന പിതാവിൽ നിന്ന് നമ്മൾ കണ്ടു പഠിച്ചു. പ്രിയപ്പെട്ടവർ, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പതിവ് പോലെ എല്ലാ വീടുകളിലും പോയി യാത്ര ചോദിക്കുന്നു. അവസാനം ഫാത്തിമയുടെ വീട്ടിൽ പോയി യാത്ര ചോദിക്കുന്നു. ഫാത്തിമയിൽ നിന്നും യാത്ര പുറപ്പെട്ടാൽ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ആദ്യമായി പ്രിയപ്പെട്ട മകളുടെ വീട്ടിൽ പോകും. മകള് വാപ്പയെ കാണാൻ കാത്തു നിൽക്കും. വാപ്പ ആദ്യമായി ഫാത്തിമയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൾ ഓടി വരും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ നെഞ്ചോട് ചേർത്ത് നെറുകയിൽ മുത്തം കൊടുക്കും.
ആ ഒരു സ്നേഹ പ്രകടനം നടത്തിയിട്ടല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു വീടുകളിലേക്കൊന്നും പോകാറില്ല. പ്രിയപ്പെട്ടവർ, ഇവിടെ യാദൃച്ഛികമായി പറഞ്ഞു വന്നപ്പോൾ ഒരിക്കൽ പതിവ് പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. വീട്ടിലേക്ക് കടന്നു വന്ന വേളയിൽ അവളുടെ കൈകളിൽ ചില ഖഡ്ഗങ്ങൾ കാണാനിടയായി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആഭരണങ്ങൾ, സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആഭരണങ്ങൾ കണ്ടു. കൊച്ചുകുട്ടികൾ ഹസൻ ഹുസൈൻ 2 കിടാങ്ങൾ അവരുടെ കൈവിരലുകളിൽ വെള്ളി കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ ഇട്ടതായി കണ്ടു. വീട്ടിലേക്ക് കടന്നു വന്ന് പതിവ് പോലെ മകളെ സ്നേഹപ്രകടനങ്ങളെ കൊണ്ട് മൂടുമായിരുന്ന വാപ്പ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഒന്നും മിണ്ടാതെ തിരിച്ച് പള്ളിയിൽ പോയിരുന്നു. ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു. എന്തു പറ്റി എന്റെ വാപ്പാക്ക്? എന്റെ വാപ്പ എന്തു വെറുപ്പ് പിടിച്ചിട്ടാണ് പോയത്? ബേജാറായി. സാധാരണ വാപ്പയല്ലല്ലോ. എത്രത്തോളം അഷ്റഫുൽ ഖൽക്ക് ഫാത്തിമയെ സ്നേഹിച്ചിരുന്നോ അതുപോലെ തിരിച്ചിങ്ങോട്ട് ഫാത്തിമ വാപ്പാനെ സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു വാപ്പയും മകളുമാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് എൻ്റെ വാപ്പ എന്നോട് ഇങ്ങനെ അതൃപ്തനായതെന്നറിയാതെ അവൾ പൊട്ടിക്കരഞ്ഞു. ഇതിനിടയിൽ ഭർത്താവ് അലി വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ കരയുന്ന മകളെ കണ്ടപ്പോൾ, കരയുന്ന ഭാര്യയെ കണ്ടപ്പോൾ കാര്യം അന്വേഷിച്ചു. ഇന്നതാണ് എൻ്റെ കൈകളിലും മക്കളുടെ കൈകളിലും കണ്ട ആഭരണങ്ങൾ വാപ്പയെ വേദനിപ്പിച്ചു, വെറുപ്പിച്ചു. വാപ്പ ഞങ്ങളോട് മിണ്ടാതെ പള്ളിയിലേക്ക് പോയി. അലി റളിയല്ലാഹു അൻഹു ബേജാറായിട്ട് ഓടി പള്ളിയിൽ വന്നു നോക്കുമ്പോൾ അവിടെ അഷ്റഫുൽ ഖൽക്ക് എന്ന പിതാമഹൻ ഒരു മൂലയിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. അരികിൽ ചെന്നിരുന്നു കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അലി ഇബ്നു അബി താലിബ് ചോദിച്ചു, എന്തു പറ്റി നബിയെ? എന്ത് സംഭവിച്ചു? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു കാഴ്ചപ്പാടുണ്ട് പ്രിയപ്പെട്ടവർ. ആ കാഴ്ചപ്പാട് നമ്മൾ ബോധ്യപ്പെടണം. നമ്മൾ ഇന്ന് നമ്മുടെ മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കണക്കില്ലാതെ പണം ചെലവാക്കും. അവർ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കും. അവരുടെ ആശകളൊക്കെ പൂർത്തീകരിക്കാൻ ശ്രമിക്കും. ഒരിക്കൽ പോലും നമ്മൾ നമ്മുടെ കഷ്ടപ്പാട് അവരറിയരുതെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി അവരുടെ ആശകൾക്ക് നമ്മൾ നോ പറയാറില്ല. ഒരു പരിധിവരെയും അത് ശരിയാണെന്ന് നമ്മളൊക്കെ വാദിക്കാറുണ്ട്. എന്നാൽ മക്കളെ പോറ്റുന്ന വിഷയത്തിൽ മാതാപിതാക്കൾ ബോധ്യപ്പെടേണ്ട ഒരു തിരിച്ചറിവുണ്ട്. അങ്ങനെ മക്കളുടെ ആശയ്ക്കനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഴിച്ചുവിടുകയല്ല വേണ്ടത്. അതിര് കവിഞ്ഞ അനുഭവങ്ങൾക്ക് അവസരമൊരുക്കി കൊടുക്കുകയല്ല വേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബി താലിബിനോട് പറഞ്ഞു, അലി, എന്റെ മകൾ പ്രിയപ്പെട്ട ഫാത്തിമയുടെ മനസ്സിനെ ആഭരണങ്ങൾ സ്വാധീനിച്ചു എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഭൗതിക വിഭവങ്ങൾ സ്വാധീനിച്ചു എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്റെ മകളുടെ മനസ്സിൽ അങ്ങനെ ഭൗതിക വിഭവങ്ങളോട് അമിതമായ പ്രേമം വരുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ പേരക്കിടാങ്ങളുടെ കൈകളിൽ കണ്ട ആ ഒരു ആഭരണത്തിന്റെ പേരിൽ എന്റെ കുഞ്ഞുങ്ങളുടെ മനസ്സ് ദുഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അതെന്നെ വേദനിപ്പിക്കുന്നു. മുഹമ്മദിന്റെ കുടുംബത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദൃഷ്ടിയോടുകൂടി, ഉൾക്കാഴ്ചയോടുകൂടി, തിരിച്ചറിവോടുകൂടി കുടുംബത്തെ പോറ്റിയവരാണ്. അല്ലാതെ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ചെയ്തു തീർത്തവരല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബത്തിന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ മാറ്റിത്തരണേ എന്ന് പടച്ചവനോട് ദ്വാരക്കുമായിരുന്നു. എങ്ങനെ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പാതിരാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഫാത്തിമയുടെ വീടിന്റെ അരികിലൂടെ കടന്നുപോയി. ഫാത്തിമയുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്നും പേരക്കിടാങ്ങളുടെ പൊട്ടിക്കരയുന്ന ശബ്ദം കേട്ടു. നമ്മളൊക്കെ ചരിത്രം സ്ഥിരമായി കേൾക്കുകയും പറയുകയും ചെയ്യുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടുവാതിൽ മുട്ടിയിട്ട്, ഫാത്തിമ, എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ കരയുന്നത്? ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ എന്റെ മനസ്സിനെ വേദനിപ്പിക്കുമെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിച്ചു. ഈ വാക്കുകളൊക്കെ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പത്രങ്ങളിൽ എഴുതിയിടണം പ്രിയപ്പെട്ടവരെ. ഫാത്തിമ, എന്തിനാണ് എന്റെ ഈ കിടാങ്ങൾ കരയുന്നത്? ആ കിടാങ്ങളുടെ കരച്ചിൽ നിന്റെ വാപ്പയുടെ മനസ്സ് വേദനിപ്പിക്കുമെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഫാത്തിമയ്ക്ക് മറുപടി ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവர்கள் പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മക്കളെ ഞാൻ ബോധപൂർവം കരയിച്ചതല്ല, എന്റെ മക്കളെ ഞാൻ മനഃപൂർവ്വം കരയിച്ചതല്ല. എന്റെ മക്കൾ പട്ടിണിയുടെ കടുപ്പം കൊണ്ട് സഹിക്കവയ്യാതെ വിശപ്പിന്റെ ഭാരത്താൽ കരഞ്ഞതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോളെ ഫാത്തിമ, വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കാൻ ശ്രമിക്ക്, പാല് കൊടുത്തുറക്കാൻ ശ്രമിക്ക്. ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നിന്റെ വാപ്പയുടെ മനസ്സിനെ വേദനിപ്പിക്കുമെന്ന് പറഞ്ഞു. വാപ്പയുടെ മനസ്സ് വേദനിക്കാത്തത് കൊണ്ടല്ല, ഉപ്പാപ്പയുടെ മനസ്സ് വേദനിക്കാത്തത് കൊണ്ടല്ല, ഉപ്പാപ്പക്ക് മക്കള് നല്ല നിലയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, ഉപ്പാപ്പക്ക് മക്കള് നല്ല നിലയിൽ ജീവിക്കണമെന്ന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, ആവർത്തിച്ച് മക്കളെ കരയിക്കാതെ ഉറക്കണമെന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽക്കിന്റെ പ്രിയപ്പെട്ട പുത്രി പറഞ്ഞ മറുപടി, ബാപ്പാ ക്ഷമിക്കണം, കുറെ നാളുകളായി നിരന്തരമായി ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ എന്റെ മാറിലെ പാല് പറ്റിപ്പോയി. ഞാൻ എന്റെ പട്ടിണിയുടെ കടുപ്പം കൊണ്ട് പാല് പറ്റിപ്പോയി. അവർക്ക് പാല് കുടിപ്പിക്കാൻ കഴിയുന്നില്ല. മുഹമ്മദ് എന്ന പിതാമഹൻ ഈ വാക്ക് കേട്ടിട്ട് ഒരക്ഷരം പോലും മറുപടി പറയാൻ നിർവാഹമില്ലാതെ വാതിലിൽ നിന്നും നിരാശ പൂണ്ട് മനോവേദനയോടുകൂടി മടങ്ങിപ്പോയി പടച്ചവന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് പ്രാർത്ഥനാ നിരതനായി എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കാറുണ്ട്.
പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ നിരന്തരമായി തന്റെ കുടുംബത്തിന്റെ, തന്റെ ഭാര്യയുടെ, മക്കളുടെ, പേരക്കിടാങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഉപ്പാപ്പ നാട്ടിലെ രാജാവാണ്, കിരീടം വെക്കാത്ത രാജാവാണ്. ഞങ്ങളുടെ ഉപ്പാപ്പയുടെ മുമ്പിൽ മദീനത്തെ പള്ളിയുടെ തളയിൽ ഒരുപാട് സ്വത്തുക്കൾ വന്നിങ്ങനെ കുമിഞ്ഞു കൂടുന്നുണ്ട്. അവർ വീട്ടിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വിശപ്പ് സഹിക്കവയ്യാതെ കരഞ്ഞുകൊണ്ട് ഓടിയിറങ്ങിയപ്പോൾ ഉപ്പാപ്പയുടെ പള്ളിയുടെ നടുത്തളത്തിൽ കുറേ ഈത്തപ്പഴം കൂട്ടിയിട്ടിരിക്കുന്നു. ഈത്തപ്പഴം കാണുമ്പോൾ വിശന്നു വലയുന്ന കൊച്ചുകിടാവിന്, പ്രിയപ്പെട്ടവരെ, നിയന്ത്രണം വിട്ടുപോകാറില്ലേ? ആ നിയന്ത്രണം വിട്ടുപോയ കൊച്ചുകിടാവ് ഓടി വന്ന് അതിൽ നിന്നും ഒരു ഈത്തപ്പഴം എടുത്ത് കഴിക്കാൻ ശ്രമിച്ചു. അങ്ങ് ഉള്ളിൽ നിന്നും ഒളിഞ്ഞു നോക്കിയ രണ്ട് കണ്ണുകൾ, അത് മറ്റാരുടെയും കണ്ണുകളല്ല, അഷ്റഫുൽ ഖൽക്കിന്റെ കണ്ണുകളാണ്. പേരക്കിടാങ്ങളുടെ ഈ ആർത്തി മൂത്ത ആ പ്രവർത്തനം കണ്ടപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്നും പിതാമഹൻ ഉപ്പാപ്പ ഓടി വന്നു, ആ കയ്യിൽ മുറുക്കി പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ബഖിൽ, വേണ്ട മോനെ, വേണ്ട മോനെ, വിശക്കുന്നു എന്നുള്ളത് ശരിയാണ്, വിശപ്പിന്റെ കടുപ്പം താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത് ശരിയാണ്. വിശന്നു വലഞ്ഞ കുഞ്ഞിന്റെ മുമ്പിൽ കൂട്ടിയിടപ്പെട്ട ഈത്തപ്പഴത്തിന്റെ കൂര കാണുമ്പോൾ അതിൽ നിന്നും എടുത്തു ഭക്ഷിച്ചു പോകുമെന്നുള്ളത് സാധാരണയാണ്. വേണ്ട മോനെ, വേണ്ട, ഇത് സദഖയുടെ മുതലാണ്, ഇത് സാധുക്കളുടെ അവകാശമാണ്, ഇത് സദഖയുടെ മുതലാണ്, ഇത് സാധുക്കളുടെ അവകാശമാണ്, ഇത് മുഹമ്മദിന്റെ കുടുംബത്തിന് പറ്റൂല, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് സദഖയുടെ മുതലാണ്, ഇത് നമുക്ക് പറ്റുകയില്ല. പ്രിയപ്പെട്ട പിതാമഹൻ തന്റെ പേരക്കിടാവിന്റെ കയ്യിൽ നിന്നും ആ ഈത്തപ്പഴത്തിന്റെ കീറുകൾ നിർബന്ധിച്ച് താഴെ ഇടിച്ചു. ആ കുഞ്ഞുങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും അർഹതയില്ലാത്ത ഒരന്നം പോലും ആ അണ്ണാക്കിലേക്ക് നൽകാത്ത മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട ഫാത്തിമയുടെ മനസ്സിൽ, തന്റെ പ്രിയപ്പെട്ട ഫാത്തിമയുടെ ജീവിതത്തിൽ ഭൗതിക വിഭവങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? അവൾ ദുഷിച്ചു പോയോ? അവൾക്ക് അതിനോട് ഭ്രമം വന്നിട്ടുണ്ടോ? നബി തങ്ങൾക്ക് വെപ്രാളമായി, ബേജാറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയേറെ നൊന്ത് നിൽക്കുന്ന സമയത്ത് പോലും തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് വേണ്ടിയിട്ട് നീ കുറേ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ദുആക്കൾ നിങ്ങൾ ഉസ്താദന്മാരോട് ചോദിച്ചാൽ മനസ്സിലാകും. ഒരുപക്ഷെ ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മളുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടാൻ, നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യം കിട്ടാൻ, നമ്മളുടെ ഒക്കെ വിവാഹ ജീവിതവും കുടുംബ ജീവിതവും നന്നാകാൻ രാവും പകലും നമ്മൾ അറിയാതെ 1500 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി ദുആ ചെയ്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബീബി ഫാത്തിമയുടെ പട്ടിണി മാറ്റണമെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഹസൻ ഹുസൈന്റെ പട്ടിണി മാറ്റണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾ അഷ്റഫുൽ ഖൽക്ക് കുടുംബത്തിന് വേണ്ടി ചെയ്ത ദുആ പരിശോധിച്ചാൽ നമുക്കൊരു ജീവിതത്തിന്റെ കൃത്യമായ ബഡ്ജറ്റ് നമുക്ക് പകർന്നു തരുന്നത് പോലെ ബോധ്യപ്പെടും. നബി തങ്ങൾ സാധാരണ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ജഅൽ ലി ആലി മുഹമ്മദിൻ ഖൂത, അല്ലാഹുമ്മ ജഅൽ ലി ആലി മുഹമ്മദിൻ ഖൂത, അല്ലാഹുവേ ഈ മുഹമ്മദിന്റെ കുടുംബത്തിന് നീ ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുന്നത് പോലെ കൊടുക്കണേ, നീ ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുന്നത് പോലെ കൊടുക്കണേ എന്ന് പറഞ്ഞാൽ, ഒറ്റയടിക്ക് എൻ്റെ കുടുംബത്തിന് കുറെ സമ്പത്ത് കൊടുത്താൽ, അധികാരം കൊടുത്താൽ, വിഭവങ്ങൾ നൽകിയാൽ, ആഭരണങ്ങൾ നൽകിയാൽ, സുഖലോലുപത നൽകിയാൽ എൻ്റെ മക്കളും ദുഷിച്ചു പോകും, എൻ്റെ കുടുംബം ദുഷിച്ചു പോകും. മുഹമ്മദ് അത് ആഗ്രഹിക്കുന്നില്ല, അത് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഐശ്വര്യം വേണം. എങ്ങനത്തെ ഐശ്വര്യമാണ്? ആരുടെ മുമ്പിലും കൈനീട്ടാതെ, എന്റെ മക്കളും പേരക്കിടാങ്ങളും തങ്ങളുടെ വിഷമവും പ്രയാസവും ആരാന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാതെ, ഒരു പക്ഷേ ദിവസങ്ങളോളം പട്ടിണി കടന്നാലും പടച്ചവനെ നിന്റെ മുന്നിൽ മാത്രം വേദന പറയുന്നവരായി എൻ്റെ മക്കൾ അഭിമാനത്തോടെ ജീവിക്കണം. എൻ്റെ മക്കൾക്കും കുടുംബത്തിനും നീ ആഹരിക്കാൻ കൊടുക്കുന്നത് ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുന്ന പോലെ ആകണമെന്നാണ് ഉലമാക്കൾ പറയാറുണ്ട്. ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സറിയാതെ, കണക്കില്ലാതെ, ആരാന്റെ ഹക്കുണ്ടോ എന്ന് നോക്കാതെ അങ്ങും ഇങ്ങുമൊക്കെ ഇങ്ങനെ അളിച്ചു വാരി എടുക്കുന്നതല്ല. പിന്നെയോ വളരെ തുച്ഛമായ നിലയിൽ അരിച്ചു പറക്കി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, എണ്ണിത്തിട്ടപ്പെടുത്തി എന്ന് പറയാറില്ലേ, കണക്കിന് മാത്രം എന്ന് പറയാറില്ലേ. അങ്ങനെ ഒരു ദിവസം ആഹാരം കഴിക്കാൻ, അരവയറ് നിറയ്ക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നിന്നോട് സ്തുതി രേഖപ്പെടുത്താം. അടുത്ത ദിവസം പട്ടിണി കടക്കുമ്പോൾ, നടുവ് നേരെ നിവർത്തി നിൽക്കാൻ കഴിയാതെ ആകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട പുതിയാപ്പിള പള്ളിയിൽ വന്ന് കാർപ്പറ്റൊന്നുമില്ലാത്ത ആ പള്ളിയിലെ പച്ച മണ്ണിൽ വയറൊട്ടിച്ചു വെച്ചുകൊണ്ട് കമന്ന് കിടക്കുന്ന പുതിയാപ്പിളയുടെ അരികിൽ വന്നിട്ട് അഷ്റഫുൽ ഖൽക്ക് എന്ന അമ്മോച്ചൻ കാലുകൊണ്ട് ഇങ്ങനെ മെല്ലെ സ്നേഹത്തോടെ തട്ടി തലോടിയിട്ട്, യാ ബത്തുറാബ് കൊം, മണ്ണിന്റെ മകനെ എഴുന്നേക്ക്, എന്തിനാ ഇങ്ങനെ കമന്ന് കിടക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരമ്മോച്ചന്റെ മുമ്പിൽ വിശപ്പ് സഹിക്ക വയ്യാതെ പച്ച മണ്ണിന്റെ ചെറിയ തണുപ്പ് തന്റെ വയറിനോട് ഒട്ടിച്ചു വെച്ചിട്ട് കമന്ന് കിടക്കുമ്പോഴും ആ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചില്ല, ആ കുടുംബത്തിന് സാമ്പത്തികമായ ഉന്നേറ്റം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചില്ല. മറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുസരണയുള്ള, ഹലാല് ഹറാമുകൾ സൂക്ഷിക്കുന്ന,
നന്മയിൽ വർത്തിക്കുന്ന, എല്ലാവരെയും ആദരിക്കുന്ന, എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുന്ന നല്ല മക്കളെ വളർത്താൻ വിചാരിച്ചു, നല്ല മക്കളെ വളർത്താൻ ശ്രമിച്ചു. അങ്ങനെ നല്ല മക്കളെ ഉണ്ടാക്കി. അങ്ങനെ മക്കളായി വളർന്നപ്പോൾ, പേരക്കിടാങ്ങളായി വളർന്നപ്പോൾ ആ മക്കള് മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറി, ആ മക്കള് പിതാമഹനോട് നല്ല നിലയിൽ പെരുമാറി, ആ മക്കള് പരസ്പരം അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവും പങ്കുവെക്കാൻ ശ്രമിച്ചു. നമ്മൾ പറയാൻ ശ്രമിച്ചത് ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു അവർ പറയുമായിരുന്നു, എന്റെ പ്രിയങ്കരനായ ഉപ്പാപ്പ ഞങ്ങളോട് വിട പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഉമ്മയോടൊത്ത് ഞങ്ങൾക്ക് അധിക കാലം ജീവിക്കാൻ കഴിഞ്ഞില്ല. ചരിത്രത്തിൽ കാണാം, വെറും 6 മാസക്കാലം മാത്രമായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഫാത്തിമ ബീവി ഭൂമിയിൽ ജീവിച്ചിരുന്നത്. ഈ 6 മാസക്കാലം ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മാന്റെ ഒപ്പം ജീവിച്ചു, ഉമ്മയോടൊപ്പം കഴിഞ്ഞുകൂടി. ആ 6 മാസ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണമൊന്നും വിളമ്പിത്തരാൻ ഞങ്ങളുടെ ഉമ്മാക്ക് സാധിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് വലിയ വലിയ സുഖലോലുപതകളൊന്നും സമ്മാനിക്കാൻ ഞങ്ങളുടെ ഉമ്മാക്ക് സാധിച്ചിരുന്നില്ല. ഒരു ഭാഗത്ത് ഞങ്ങളുടെ വാപ്പ, ഞങ്ങളുടെ ഉപ്പാപ്പ, ഞങ്ങളുടെ ബന്ധുപുത്രാദികളൊക്കെ ഇന്ന് നാട്ടിലെ രാജാക്കന്മാരാണ്. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ അതിന്റെ കിബറും അഹന്തയും ഒന്നും അനുഭവിച്ചില്ല. ഞങ്ങൾ അടങ്ങി ഒതുങ്ങി ജീവിച്ചു. എത്രത്തോളം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതാണ്. അദ്ദേഹം പറയുന്നു, ഈ 6 മാസ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഉമ്മയോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പേടിക്കുമായിരുന്നു. അദ്ദേഹം പറയാം, എൻ്റെ ഉമ്മയോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ പേടിക്കുമായിരുന്നു. എന്താണ് നിങ്ങൾ പേടിച്ചതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പുതിയ തലമുറയിലെ മക്കളോട് ഞാൻ പറയട്ടെ, പ്രത്യേകിച്ച് എൻ്റെ പ്രിയങ്കരികളായ സഹോദരിമാരോട്, യുവതികളോട് ഞാൻ പറയട്ടെ. അലി ഇബ്നു അബി താലിബിന്റെ പ്രിയപ്പെട്ട പുത്രൻ ഹസൻ പറയുന്നു, എൻ്റെ ഉമ്മയോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ ഭയപ്പെട്ടത് എന്തിനാണെന്ന് അറിയുമോ? ഒരു തളികയിൽ ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ എൻ്റെ ഉമ്മ ഏതെങ്കിലും ഒരു ഭക്ഷണം ഇഷ്ടപ്പെടും, അത് വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴായിരിക്കും ഞാൻ അതിൽ കൈവെക്കുക. ഒരു പക്ഷേ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മകൻ കൈവച്ചാൽ പിന്നെ ആ ഉമ്മ കഴിക്കൂല. എല്ലാ ഉമ്മമാരുടെയും മനസ്സ് അങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മ എനിക്കിഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തിൽ ഞാൻ കൈവെക്കുമ്പോൾ അതിൽ നിന്നും മാറി നിൽക്കുകയും അവർ പട്ടിണി കിടക്കുകയും ചെയ്യണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മയോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. എൻ്റെ ഉമ്മയോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ കുറേ വിഭവങ്ങൾ ഉണ്ടാകണം, കുറേ അപ്പത്തരങ്ങൾ ഉണ്ടാകണം, സമൃദ്ധമായ തളിക വിളമ്പാൻ കഴിയണം. അതൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സഹിച്ചു, ഞങ്ങൾ ക്ഷമിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മമാരെ ആദരിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ ഉപ്പമാരെ ആദരിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളെ ആദരിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ അയൽവാസികളെ സ്നേഹിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുപുത്രാദികളോട് നല്ല നിലയിൽ ബന്ധം പുലർത്തി. പ്രിയപ്പെട്ടവരെ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പിൻഗാമികളായി, ഖുലഫാഉർ റാഷിദീങ്ങളുടെ പിൻഗാമികളായി, അഷ്റഫുൽ ഖൽഖിന്റെ പിൻഗാമികളായി, ഭൂമി ലോകത്തെ ചരിത്രം സൃഷ്ടിച്ച ഖുർആനിന്റെ വക്താക്കളായിരുന്ന മഹാരഥന്മാരുടെ പിൻഗാമികളായി 30 ജുസുവും ഓതി പഠിക്കുകയും ആ 30 ജുസുവും മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുകയും ഇന്നു മുതൽക്ക് അങ്ങോട്ട് ആ 30 ജുസുവിന്റെ തിളക്കവും വെളിച്ചവും ജീവിതത്തിലൂടെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നമ്മളുടെ ഈ കുഞ്ഞുങ്ങൾ, നമ്മളെല്ലാവരും തന്നെ ഇങ്ങനെ നല്ല മക്കളാകാൻ ശ്രമിക്കണം, നല്ല വാപ്പമാരാകാൻ ശ്രമിക്കണം, നല്ല ഉമ്മമാരാകാൻ ശ്രമിക്കണം, നല്ല സഹോദരിമാരാകാൻ ശ്രമിക്കണം, നല്ല സഹോദരങ്ങളാകാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ വിശേഷണങ്ങളെ കൊണ്ടാണ് നമുക്ക് വിലയുണ്ടാകുന്നത്. നാളെ പരലോകത്ത് ഇവിടെ നമ്മൾ അണിഞ്ഞിരുന്ന വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബഹുമതി ലഭിക്കുകയില്ല. ഇവിടെ നമ്മൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമതി ലഭിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ്, പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ്, മനഃശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഓരോരുത്തർക്കും ഇഹത്തിലും പരത്തിലും പടച്ചവൻ വില തരുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആൻ മനനം ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന കുട്ടികളുടെ സന്തോഷത്തിൽ സംബന്ധിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരന്മാരും ആദ്യമായി നല്ല മുസ്ലിമാകാൻ ശ്രമിക്കണം. നമ്മുടെ വിശ്വാസത്തെ നന്നാക്കണം, ഈമാൻ സഹിഹാക്കണം, നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കണം, നമ്മുടെ ജീവിതത്തിന്റെ അമലുകൾ നന്നാക്കണം, പ്രവർത്തികൾ നന്നാക്കണം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ റമദാൻ സമാഗതമാകുന്നു. ഇന്ന് ശഅബാനിന്റെ പകുതിയിൽ പവിത്രമായ ഒരു പാതിരാവിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളോട് നമ്മൾ പൂർണ്ണമായി വിട പറയണം. നമ്മൾ ചെയ്തു പോയ അബദ്ധങ്ങളോടൊക്കെ പടച്ചവനോട് പശ്ചാത്തപിക്കണം. ഇനി ഒരിക്കലും തെറ്റുകുറ്റങ്ങളിലും പോരായ്മകളിലും അപകടങ്ങളിലും ചെന്ന് വീഴാതിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഒരു പുതിയ ജീവിതം നയിക്കാൻ ശ്രമിക്കണം. നമ്മുടെ അമലുകൾ നന്നാകണം. നമ്മുടെ വിശ്വാസവും അമലും മാത്രം നന്നായാൽ പോരാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജനങ്ങളുമായുള്ള ബന്ധം നന്നാക്കണം. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉറ്റവരോടാണ്, ഉടയവരോടാണ്, ഉമ്മമാരോട്, മാപ്പമാരോടൊക്കെയാണ്. അവരോടൊക്കെയുള്ള നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കണം. കുടുംബജീവിതം നന്നാക്കാൻ ശ്രമിക്കണം. നല്ല ഭർത്താക്കന്മാരാകാൻ, നല്ല ഭാര്യമാരാകാൻ ഓരോരുത്തരും ശ്രമിക്കണം. അങ്ങനെ ആയാൽ നമുക്ക് നമ്മുടെ മടിയിൽ പടച്ചവൻ നല്ല മക്കളെ തരും. നമ്മുടെ മക്കളെ അല്ലാഹു സാലിഹീങ്ങളാക്കും. നമ്മുടെ ഇടപാടുകൾ നന്നാക്കണം. നമ്മൾ
വായുതോരാതെ വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തുകയും നമ്മുടെ സമ്പാദ്യങ്ങൾ ദുഷിച്ചു പോവുകയും ചെയ്താൽ, ഹലാല് ഹറാമുകൾ സൂക്ഷിക്കാതെ ആരാന്റെ ഹക്കുകൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സ്വന്തമാക്കി പോയാൽ, പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മുടെ ഈ നന്മകളെല്ലാം ചെറിയ ഒരു തൊട്ടിന്റെ പേരിൽ നമുക്ക് നഷ്ടമാകും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പെരുമാറ്റങ്ങൾ നന്നാക്കണം, ഇടപാടുകൾ നന്നാക്കണം, കൊടുക്കൽ വാങ്ങലുകളും കച്ചവടാദി ബന്ധങ്ങളും നന്നാക്കാൻ ശ്രമിക്കണം. അവസാനമായി നമ്മുടെ സ്വഭാവം നന്നാക്കണം. എല്ലാവരോടും ചിരിക്കണം, എല്ലാവരോടും ചിരിക്കണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാനിന്റെ പകുതിയിലെ രാത്രിയിൽ ഇബാദത്ത് എടുക്കുന്നതിന്റെ മഹാത്മ്യത്തെ സംബന്ധിച്ചിട്ട് പറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ നമ്മുടെ സമുദായത്തിൽ ചില ആളുകൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഹദീസ് സഹീഹാണോ അല്ല ദഈഫാണോ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ സഹീഹായ നിലയിൽ ഏവരും ഏകോപിച്ചു പറഞ്ഞ ഹദീസിൽ ഒരു വചനമുണ്ട്. ഈ നിസ്ഫു ശഅബാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്തുനിന്ന് ഒരു വിളിയാളം ഭൂമിയിൽ പ്രഖ്യാപിക്കും. ആരെങ്കിലും ഉണ്ടോ തൗബ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് ഞാനിതാ തൗബ നൽകാം എന്ന് അള്ളാഹു പറയും. അത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ആരെങ്കിലും ഉണ്ടോ തങ്ങളുടെ ജീവിത പ്രയാസങ്ങളുടെ പേരിൽ വീർപ്പുമുട്ടുന്നവർ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, എന്നോട് ചോദിക്കൂ, അവരുടെ ജീവിത പ്രയാസങ്ങളെ ഞാൻ മാറ്റിത്തരാം എന്ന് പറയും. എല്ലാവർക്കും പുറത്തു കൊടുക്കും, എല്ലാവരുടെ ദുആക്കളും സ്വീകരിക്കും, എല്ലാവരോടും കനിവ് കാട്ടും റഹ്മാനായ റബ്ബ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹീഹായ റിവായത്തിൽ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത റിവായത്തിൽ ഇപ്രകാരം പറഞ്ഞു: രണ്ടു കൂട്ടർക്ക് മാത്രം അള്ളാഹു ഇന്നും കനിവ് നൽകുകയില്ല. രണ്ടു കൂട്ടർക്ക് മാത്രം ഇന്നും അള്ളാഹു കനിവ് നൽകുകയില്ല. അതിലൊന്ന് പരസ്പരം വിദ്വേഷം വെച്ചുകൊണ്ട് നടക്കുന്നവരാണ്, പക വെച്ച് നടക്കുന്നവരാണ്, അസൂയ കൊണ്ട് നടക്കുന്നവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പെരുമാറ്റത്തിൽ മനുഷ്യത്വ രഹിതമായി പെരുമാറുന്നവരാണ്. മനസ്സിൽ മറ്റൊരാളെ കുറിച്ചിട്ട് പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്നവർക്ക് പടച്ചവൻ ഈ പാതിരാത്രിയിൽ പോലും പുറത്തു കൊടുക്കൂല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇന്നത്തെ രാവോടുകൂടി നമ്മളൊരു പുതിയ മനുഷ്യനാകണം. നമ്മുടെ ജീവിതത്തെ കഴുകി വൃത്തിയാക്കാൻ നമുക്ക് കഴിയണം. നാളെ മുതൽക്ക് നമ്മൾ ഖുർആനിന്റെ ജീവിച്ചിരിക്കുന്ന ഉപമകളാകാൻ ശ്രമിക്കണം. നമ്മുടെ നാവിൽ നിന്ന് മുതിർന്നു വീഴുന്ന ഖുർആനിന്റെ പാരായണം കൊണ്ട് ഒരക്ഷരത്തിന് പകരം 30 നന്മ നമ്മൾ നേടണം. ഓരോ ആയത്തുകൾ ഓതുമ്പോഴും സ്വർഗത്തിന്റെ ഓരോ പടികളിൽ നമുക്ക് കയറാൻ കഴിയണം. അത് പരലോകത്താണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇഹലോകത്തും നമ്മുടെ ഓരോ നിമിഷത്തെയും പ്രവർത്തനം കൊണ്ട് ഖുർആനിലേക്ക് സമൂഹത്തെ ക്ഷണിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സത്യസന്ധമായ സംസാരം കൊണ്ടും സൽസ്വഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റം കൊണ്ടും ജനങ്ങളുടെ മുമ്പിൽ ഞാനൊരു ഖുർആനിന്റെ ആളാണെന്ന് പ്രകടിപ്പിക്കുകയും ജനങ്ങൾക്ക് എന്നിലൂടെ ഖുർആനിന്റെ വരികളും സന്ദേശവും വായിച്ചെടുക്കാൻ കഴിയുകയും വേണം. ഓരോ പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ചുറ്റുമുള്ള പെണ്ണുങ്ങൾ നിങ്ങളെ മാനദണ്ഡമാക്കി, അളവുകോലാക്കി ഖുർആനിന്റെ ആശയങ്ങളെയും സന്ദേശങ്ങളെയും വായിച്ചെടുക്കണം. വെറുതെ നമ്മൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളും മറ്റ് വിഭവങ്ങളും അതിന്റെ ഭ്രമത്തിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിതം പാഴാക്കരുത്, നമ്മുടെ സമയങ്ങൾ പാഴാക്കരുത്. ഓരോ പുരുഷന്മാരും കച്ചവടക്കാരനാണെങ്കിൽ അവന്റെ കച്ചവടത്തിലൂടെ സമൂഹത്തെ ദീനിലേക്ക് ക്ഷണിക്കാൻ കഴിയണം. ഭരണാധികാരിയാണെങ്കിൽ അവന്റെ ഭരണത്തിലൂടെ, പള്ളി കമ്മിറ്റി മെമ്പർ ആണെങ്കിൽ പള്ളി ഭരണത്തിലൂടെ, ഒരു ഉസ്താദ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ അധ്യാപനത്തിലൂടെ, ഇമാമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമാമത്ത് എന്ന് പറയുന്ന നേതൃത്വത്തിലൂടെ നിങ്ങളും ഞാനും ഒക്കെ ഒരു നല്ല മനുഷ്യനാകാൻ ശ്രമിക്കുക, നല്ല മുസ്ലിം ആകാൻ ശ്രമിക്കുക. ഖുർആനിനെ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാനും ഉയർത്തിപ്പിടിക്കാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും ഒക്കെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഖുർആനിന്റെ അഹ്ലുകാരായി, അള്ളാഹുവിന്റെ പ്രത്യേക ദാസന്മാരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഭാഗ്യശാലികളിൽ അള്ളാഹു നമ്മളെ ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ഈ കോലത്തിലൊക്കെ പോറ്റി വളർത്തിയ നമ്മുടെ പ്രിയങ്കരായ മാതാപിതാക്കൾ ഇന്ന് നമ്മളിൽ നിന്നും മൺമറഞ്ഞ് കബറിടങ്ങളിൽ ഒറ്റയ്ക്ക് കഴിയുന്നു. ഞാൻ മന്നയിൽ വന്ന് നിങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആദ്യമായി വന്നപ്പോൾ ആ മന്നപ്പറമ്പിന്റെ ഗേറ്റിന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. അവിടെ എന്നോടൊപ്പം കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലും ഒന്നിച്ച് സഞ്ചരിച്ച ഒട്ടനവധി ആളുകൾ ഇന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ മണ്ണറയിൽ കഴിഞ്ഞുകൂടുന്നു. അവർക്ക് സലാം പറഞ്ഞിട്ടാണ് ഞാൻ പള്ളിയിൽ കയറിയത്. പ്രിയപ്പെട്ടവരെ, നാളെ ഇതുപോലെ നമ്മളും മന്നപ്പറമ്പിൽ, ഇന്ന് നമ്മൾ മന്നപ്പള്ളിയിലും അതിന്റെ മുൻപിലുള്ള സ്റ്റേജിലും സദസ്സിലും ഒക്കെ ഉപവിഷ്ടരാണ്. നാളെ ഞാനും നിങ്ങളും മന്നപ്പറമ്പിൽ മലർന്നു കിടക്കുകയും മണ്ണിന്റെ മക്കളായി മാറുകയും ചിതൽപ്പുറ്റുകളോടൊപ്പം കഴിയുകയും ചിലപ്പോൾ പുഴുക്കളുടെ ആഹാരമായി തീരുകയും ചെയ്യും. അന്ന് ഈ പറയുന്നതെല്ലാം അനുഭവത്തിൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. അന്ന് നമുക്ക് ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ കഴിയില്ല, ഒരു ആയത്ത് ഓതാൻ കഴിയില്ല, ഒരു നന്മ ചെയ്യാൻ കഴിയില്ല, ഒരു ഉറുപ്പിയ സദഖ ചെയ്യാൻ കഴിയില്ല. ആ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടി നന്മകൾ സംഭരിക്കാൻ ശ്രമിക്കണം, നന്മകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് തരുമാറാകട്ടെ. ഈ സ്ഥാപനത്തെ സഹായിച്ചവർക്ക് അല്ലാഹു നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി സഹായിച്ച ഒട്ടനവധി സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്.
അവരുടെ സഹായങ്ങളെല്ലാം അള്ളാഹു അറിയുന്നു. അള്ളാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും നിലയിലൊക്കെ പണിയെടുത്ത ചില സഹോദരിമാര്, അവരെ കുറിച്ച് എനിക്ക് വിവരം കിട്ടിയത്, ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്. ആഹാരം ഉണ്ടാക്കി കൊടുത്ത ഒരു സഹോദരിക്ക് അള്ളാഹു ഹാഫിളായ ഒരു മകനെ അത്ഭുതകരമായി സമ്മാനിച്ചതുപോലെ ഇപ്പൊ പുതിയൊരു സഹോദരി ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന വാർത്ത കിട്ടി. പ്രിയപ്പെട്ടവരെ, എല്ലാ സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും അവർ ചെയ്യുന്ന സഹായങ്ങൾക്ക് തക്കതായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മന്ന പള്ളിയുടെ വെളിച്ചമായി പ്രകാശമായി പടച്ചവൻ നമുക്ക് സമ്മാനിച്ച ഈ ഹിഫ്ളിന്റെ ദർസ് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആ ഹിഫ്ളിന്റെ ദർസിൽ നിന്നും ഹാഫിളുകളായി ഇനിയും പുറത്തു വരുന്ന കുഞ്ഞുങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ സമ്മാനിക്കാനുള്ള സൗഭാഗ്യം മഹല്ലുവാസികളായ ദേശവാസികളായ നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ സദസ്സിനെയും സംസാരത്തെയും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. അവസാനം നമ്മളെ എല്ലാവരെയും അള്ളാഹു തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.